Set our hearts on fire.
सबसे ऊंचा है यीशु तेरा नाम, सबसे ऊंचा है। बीमारी से गरीबी से श्रापों से है छुड़ाता, नाम है जो अंधों को रोशनी भी है देता। बीमारी से गरीबी से श्रापों से है छुड़ाता, जिस नाम है जो अंधों को रोशनी भी है देता। जिस नाम में है जिंदगी यीशु है वो नाम, जिस नाम में है बंदगी यीशु है वो नाम। यीशु मेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है। यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है। यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है। Praise the Lord. Amen. ആമേൻ. ഈ വർഷത്തിൽ ഇനി ഒരു സൺഡേയും കൂടെ ബാക്കിയുള്ളൂ. We have only one more Sunday left in this year. एक और रविवार बाकी है ये इस साल में. അടുത്ത ഒരാഴ്ച കൂടെ ദൈവം നമുക്ക് ആയുസ് തന്നാൽ ഒരു സൺഡേയും കൂടെ ആയിരിക്കും. प्रभु हमको आयुष दे, हमको जीवन दे तो एक और हफ्ता हमको मिलेगा. If God give us life, we'll have one more പുതിയ Sunday. പിന്നെ നയാ സാൽ में हम आराधना करेंगे and we'll worship in the new year. Praise the Lord. Hallelujah. Hallelujah. Amen. ദൈവം നമ്മെ നമ്മൾ നല്ലോണം ദൈവത്തെ ആരാധിക്കണം. हम प्रभु को आराधना करना है. आराधना करना चाहिए. हमें दिल से आराधना करना चाहिए. Hallelujah. Praise the Lord. Amen. Hallelujah. Hallelujah. आमें स्तोत्र. प्रभु का सानिध्य इधर है. And the presence of God is here. Amen. Hallelujah. Praise the Lord. ലജ്ജിക്കാതെ ദൈവത്തെ ആരാധിക്കണം. And without being ashamed, we should worship of God. ഹൃദയം ദൈവത്തെങ്കിലേക്ക് ഉയർത്തണം. And our heart should be lifted up to our Lord. हमारा हृदय प्रभु का ओर देखकर हमको आराधना करना है. आमीन. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. सब लोग खड़े होंगे प्रभु के. ആമേൻ. സ്തോത്രം. ദൈവ സാന്നിധ്യം ഈ പകൽ ദൈവ സാന്നിധ്യത്തിനകത്ത് ഇറങ്ങുമ്പോൾ, when the presence of God comes down in this place, എനിക്കൊരു വിടുതൽ വേണമെന്ന് നിങ്ങളുടെ ഹൃദയത്തിലായി. जब प्रभु का सामर्थ्य इधर निकल कर आएगा तो हमारा मन में एक ऐसा इच्छा होना चाहिए, मेरे को एक छुटकारा चाहिए करके होना चाहिए. എന്നെ ശക്തീകരിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. प्रभु मुझको शक्ति दे, ऐसा करके हमारे मन में होना चाहिए. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വലിയ വിടുതലുകൾ ആരാധനയിൽ സംഭവിക്കും. वो प्रभु हमको आराधना में छुटकारा देंगे. ആമേൻ. ദൈവം എന്നെ ശക്തീകരിക്കും. प्रभु मुझको भी शक्ति देगा. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളും പ്രാർത്ഥിക്കണം. And every one of us should pray. ദൈവം എന്നെ സഹായിക്കണം. God help me. ഹല്ലേലൂയ. മലയാളം പാട്ടാണ് പാടുന്നത്. മലയാളക്കാര गाएंगे हम लोग प्रभु का सन्निधि में दिल से प्रार्थना करो, आराधना करो. प्रभु हमको प्रभु का सामर्थ्य. हालेलुया. हालेलुया. ആമേൻ. നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമാണ്, കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. കടലോളങ്ങൾ അവൻ അതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. കടലോളങ്ങൾ അവൻ അതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, രക്ഷ കാണുക അവൻ പതിയിരിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, രക്ഷ കാണുക അവൻ പതിയിരിക്കും. ബലവാനവൻ നമ്മെ വീഴ്ചതിനാൽ
മഴ പോലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് നിൽക്കുന്ന ജനത്തിന്റെ മുകളിൽ വീഴണം കർത്താവേ. ദൈവമേ, ആത്മമാരി അവരുടെ മേൽ പതിക്കണം. അങ്ങനെ അവരെ തൊഴണം കർത്താവേ. അങ്ങനെ അവരെ സ്പർശിക്കണം. ദൈവം അവരെ സ്പർശിക്കണം. ദൈവം അവരെ സ്പർശിക്കണം. അവനാർക്കും കടക്കാരൻ, അവനാർക്കും അവനൊപ്പം പറയാൻ ആരുമില്ല. അവനെ ആരാ കൈകളെ ഉയർത്തി ഉയർന്നിരിക്കുന്നവന് ശാശ്വതവാസിയുമായിരിക്കുന്ന പിതാവായ ദൈവമേ, ഈ അനുഗ്രഹപ്പെട്ട കർത്തൃദിനത്തിന്റെ പകൽക്കാലത്തിനായിട്ട് സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ റബ്ബ ഹസ്സല. കർത്താവേ ഹല്ലേലൂയ. കർത്താവേ, കഴിഞ്ഞ 21 ദിവസത്തെ വാസത്തിന്റെ സമാപന ദിവസം കർത്താവേ ഞങ്ങളെ ശക്തീകരിച്ച് ഹല്ലേലൂയ ആരോഗ്യത്തോടെ ബലത്തോടെ ഞങ്ങളുടെ തിരുസന്നിധിയില് നടന്നു വരുക കർത്താവേ സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ റബ്ബ കർത്താവേ, അത്യന്തം വ്യാപരിക്കുന്ന ശക്തിയാൽ ഞങ്ങളുടെ മക്കളെ നിറച്ചതിനായിട്ട് സ്തോത്രം. അഭിഷിക്ത ദാസനായിട്ട് സ്തോത്രം. ഞങ്ങളെ കടന്ന് മധ്യ അയച്ചിരിക്കുന്ന അഭിഷിക്തന്മാർക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ മക്കൾക്കായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ആലയത്തെ നിറച്ച് ഞങ്ങളെ കർത്താവേ ആത്മശക്തിയാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളെ ഓർക്കണമേ. ഹല്ലേലൂയ. ഇന്ന് കർത്താവേ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അഭിഷിക്തന്മാരെ ശക്തിയോടെ ഉപയോഗിക്കണം. കടന്നു വന്നവരെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. വിടുതൽ സൗഖ്യമായിട്ട് ഭരണത്തിലേക്ക് മടങ്ങാൻ ഇടയാക്കണം. ഹല്ലേലൂയ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറക്കണം. ഏകാഗ്രത തരണമേ. ഹല്ലേലൂയ. എല്ലാ ഭാഷയിൽ നിന്നും കടന്നു വന്ന ഞങ്ങളുടെ മക്കൾക്കായി സ്തോത്രം. അവരെല്ലാവരെയും ഒന്നിച്ചനുഗ്രഹിച്ചാണ്. അല്പസമയം ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് കൃപാത്തിൽ താണിരിക്കുകയാണ്. പ്രാർത്ഥന കേട്ടിക്കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ കേൾക്കുന്ന സ്വർഗസ്ഥനായ നല്ല പിതാവേ. ആമേൻ. Psalms 91 പാസ്റ്റർ സെബാസ്റ്റ്യൻ ഇപ്പോൾ വായിക്കും. വാക്യപ്രതി വാക്യമായിട്ട് हम भजन संगीता 91 हम मिलकर पढ़ेंगे. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും
സർവശക്തനെ നീങ്ങി പാർക്കുകയും ചെയ്യുന്നവൻ, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കും. തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിത്തെ ഭയത്തെയും നാശത്തെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് 10,000 പേരും എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരർത്ഥം നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധ കൂടാതെ നടക്കുകയില്ല. നിന്റെ എല്ലാ വഴികളും അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോയിരിക്കണമെന്ന് അവർ നിന്റെ കൈകൾ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെ മേലും നീ ചവിട്ടും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ അവനെ വിടുവിക്കും. അവന്റെ നാമത്തെ അറിയിക്കാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ വെടിവെച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. അവസാനത്തെ ഭാഗം ഒന്നുകൂടെ. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും. നമ്മുടെ കാര്യം ഉയർത്തി നമ്മുടെ നല്ലവനായ അപ്പനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദൈവസന്നിധിയിലിരിക്കുക. പ്ലീസ് സിറ്റ്. കർത്താവിന്റെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. और परमेश्वर का नाम हमेशा महिमा जलाल पाए. എൻ്റെ സ്നേഹിതൻ പാസ്റ്ററും എന്നോടൊപ്പം ഇവിടെ ഉണ്ടല്ലോ. और हमारे एक और दास हमारे बीच में यहाँ पर हैं. ബഹുമാനായ ദൈവത്തിന്റെ ദാസനും നന്ദി പറയുന്നു. और जो परमेश्वर के श्रेष्ठ दास को भी मैं धन्यवाद देना चाहता हूँ. അങ്കമാലിയിൽ നിന്ന് ഇന്നലെ കടന്നു വന്ന സഹവൃത്തനായിരിക്കുന്ന എൻ്റെ സ്നേഹിതനെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. और जो अंगमाली से पिछले दिन हमारे बीच में भाई आए उनका भी मैं धन्यवाद देना चाहता കഴിഞ്ഞ രാത്രി ഇവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഞങ്ങൾ വിശ്രമിച്ചത്. हूँ. और पिछले दिनों में कल के दिन यहाँ पर जो आराधना के समापन के बाद हम सब ने एक साथ विश्राम किया था. കഴിഞ്ഞ നാളിൽ ഇല്ലാത്ത വലിയൊരു അനുഗ്രഹം എനിക്ക് കൂട്ടായ്മയിൽ വന്ന് എനിക്ക് और കിട്ടുവാനിടയായി. जो पिछले दिनों में मेरे पास जो आशीषें नहीं थे, लेकिन इस हालेलुया यहाँ पर संगति में आने के बाद जो आशीष मेरे को मिला है, इसलिए मैं बहुत बहुत धन्यवाद देता हूँ. നിങ്ങൾക്ക് വേണ്ടി ദൈവം തന്നിട്ടുള്ളതും നിങ്ങൾ ബഹുമാനിക്കുന്നതുമായ കർത്താവിൻ്റെ സീനിയർ പാസ്റ്ററായ ദൈവത്തിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. और जो हमको प्रभु ने जो दास को दिया है और यहाँ पर जितने भी लोग हैं उनका भी मैं धन्यवाद देता हूँ. അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ടതായിരിക്കുന്ന സഹധർമ്മിണി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और जो उनकी पत्नी है, धर्मपत्नी है, उनका भी मैं धन्यवाद देता हूँ. അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ഉദരഫലമായി ദൈവത്തിൻ്റെ സമ്പത്തായ അനുഗ്രഹിക്കപ്പെട്ട പെൺമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. और जो उनको जो बच्चों को प्रभु ने दान दिया है उनको भी मैं याद करके धन्यवाद देता हूँ. തന്നോടൊപ്പം മുട്ടുമടക്കുവാൻ അനേക വിശുദ്ധന്മാരെയും ദാസീദാസന്മാരെയും അനുഗ്രഹിക്കപ്പെട്ട യുവതിവാക്കന്മാരെയും കുഞ്ഞുങ്ങളെയും തനിക്ക് ദൈവം കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और हमारे श्रेष्ठ दास के साथ खड़े होकर कई जो युवकों को प्रभु ने दिया है, कई बच्चों को प्रभु ने दिया ताकि उनके साथ खड़े होकर प्रार्थना करने के लिए इतना बच्चों को प्रभु ने दिया, इसलिए मैं उनका धन्यवाद देता हूँ. പ്രത്യേകമായി യോഗ്യത കൊണ്ട് ഒന്നുമല്ല ഞാനിവിടെ നിൽക്കുന്നത്. और यहाँ पर मैं योग्यता मेरे पास नहीं है जो मैं यहाँ पर खड़ा हूँ. അനേക വിശുദ്ധന്മാർക്ക് ദാസിദാസ്യന്മാർക്ക് കീഴ്പ്പെട്ട് മാത്രമാണ് എനിക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുള്ളത്. कई परमेश्वर के सेवकों और कई परमेश्वर के दासों के अधीन रहा हूँ, इसलिए परमेश्वर ने मुझे मौका दिया है कि मैं यहाँ पर खड़ा हो सका. അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടിന്റെ മേധസ്സേക്കാളും നന്നെന്ന് ദൈവത്തിന്റെ വചനം വായിക്കും. और जब आप अनुसरण करते हो तो वो किसी भी बलि से बढ़कर होता है. ദൈവത്തെ അനുസരിച്ചിട്ടുള്ള സകല വിശുദ്ധന്മാരും വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രദാനം ചെയ്ത് പറയുന്ന എല്ലാ വിശുദ്ധന്മാരും കർത്താവിനെ മാനിച്ചവർ ആരും കൈവിടപ്പെട്ടു പോയിട്ടില്ല. और जो कोई परमेश्वर का अनुकरण करता है, चाहे वो पुराने नियम में हो चाहे वो नए नियम में हो, जो कोई परमेश्वर की बातों को मानता है उनको परमेश्वर कभी भी अकेले नहीं छोड़ता है. കർത്താവിന്റെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. और परमेश्वर का नाम हमेशा महिमा और जलाल पाए. ഈ വർഷം നമ്മളെ വിട്ടുപോകാൻ മണിക്കൂറുകൾ ദിവസം മാത്രം ശേഷിക്കവേ और ये साल खत्म होने के लिए कुछ दिन कुछ घंटे हमारे बीच में बचे हैं. കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പ്രാർത്ഥിച്ചവരല്ല, നമ്മോടൊപ്പം സഹപാഠികളായിട്ടുള്ളവരെ അനവധി പ്രിയപ്പെട്ടവരെ
ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. और पिछले दिनों में हमारे कई सारे लोग जिसको हम जानते थे, वो जो हमारे साथ उठते बैठते थे, वो लोग ये दुनिया छोड़कर चले गए हैं. വിശ്വാസത്തിൽ ഒന്നിച്ച് യാത്ര ചെയ്തവർ ആരാധിച്ചവർ പലരും നമ്മെ വിട്ടുപോയി. और कई सारे लोग जो विश्वास में हमारे साथ थे, एक साथ हम लोग आराधना करते थे, कई सारे लोग ये दुनिया से चले गए हैं. എന്നാൽ 2026 പ്രവേശിപ്പാൻ लेकिन 2026 में प्रवेश करने के लिए സർവശക്തനായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്നു. और परमेश्वर सर्वशक्तिमान परमेश्वर हमको एक एक दिन हमको संभालता है, हमको शक्ति देता है. വാത്സല്യ സഹോദരങ്ങളെ, और हमारे प्रिय भाइयों, ധാരാളം ദൈവദാസന്മാരെ, और जो कई सारे परमेश्वर के सेवक लोग വിശുദ്ധന്മാരെ और परमेश्वर के विशुद्ध लोगों കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തൊരു മനുഷ്യനാണ്. और कई सारे लोगों के साथ उठना बैठना, उनके साथ सेवकाई किया हुआ एक मनुष्य हूँ मैं. നിങ്ങളുടെ ദൈവത്തിന്റെ ദാസനെ और हम जो अपने परमेश्वर के दास हैं, ഒരു പ്രാവശ്യം റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ വെച്ച് പരിചയപ്പെട്ടു. और जो हमारे परमेश्वर के दास अंकल हैं, उनको एक बार वो ट्रेन के सफ़र में एक वहाँ पर उनको मुलाकात हुआ था. എന്നാൽ അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. और उसके बाद में पिछले दिनों में यहाँ पर मैं आया हूँ, तो उसके बाद उनसे मुलाकात हुआ है. അദ്ദേഹത്തിന്റെ സ്നേഹം എന്നെ വല്ലാതെ ശ്വാസം മുട്ടിപ്പിച്ചു. और जो उनका प्रेम है, मेरे को बहुत ही ज़्यादा अनुभव करने का मौका मिला. കരയാനല്ലാതെ എനിക്കൊന്നും പറ്റുന്നില്ല. सिवाय रोने के मेरे पास कुछ भी नहीं है. 2 ദിവസത്തേക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഡ്രസ്സും സൗകര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ और വന്നത്. मैं केवल 2 दिन के लिए यहाँ पर आया था, अपने ड्रेस को, अपने कपड़ों को लेके यहाँ पर आया था. എനിക്ക് വേറൊരു വെള്ള വസ്ത്രമില്ല മറച്ചിടാൻ. और मेरे पास दूसरा जो कपड़ा है मेरे पास नहीं था पहनने के लिए. അതൊന്നും നിങ്ങളുടെ പാസ്റ്ററോട് ഞാൻ പറഞ്ഞില്ല. और वो कुछ भी मैंने तुम्हारे पास्टर से नहीं बोला था. എന്നാൽ എനിക്കും എൻ്റെ കൂട്ട് ദൈവദാസനും അദ്ദേഹം ഷർട്ട് ഓർഡർ നേരത്തെ ചെയ്തു കഴിഞ്ഞു. और लेकिन मेरे लिए और जो मेरे साथ जो दास आए उनके लिए पहले से ही एक शर्ट को अंकल ने पहले से ही ऑर्डर करके रखा हुआ था. നിങ്ങൾ അത് ഗഗംഭീരമായിരിക്കുള്ള വലിയ പാണ്ഡിത്യമുള്ള അനേക ദൈവദാസന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. और आपने हो सकता है देखा होगा, कई सारे ज्ञानवान परमेश्वर के दासों को हो सकता है आपने देखा होगा. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയും. लेकिन मैं आपसे एक बात बोलना चाहता हूँ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയാകുന്നു നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ദൈവദാസൻ. और आप एक ऐसे व्यक्ति को परमेश्वर के दास ने आपको दिया है, परमेश्वर ने आपको दिया है कि आप उनके ऊपर पूर्ण रूप से विश्वास कर सकते हो. അദ്ദേഹത്തിന്റെ ഭാര്യ അപ്രകാരം, और उनकी पत्नी भी उसी प्रकार है, അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾ അപ്രകാരം, और उनके बच्चे भी उसी प्रकार है, ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാർ സഹോദരിമാർ അങ്ങനെ തന്നെ. और यहाँ पर बैठे हुए भाई और बहनें भी उसी प्रकार है. എന്തിനു പറഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങൾ വരെ, और यहाँ पर जो बच्चे बैठे हैं वो भी, ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ और यहाँ पर जो सामने बैठे हैं बच्चे वो भी വളരെ ചിട്ടയോടെ ദൈവത്തെ ഭയപ്പെടുന്ന കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഞാൻ കണ്ടുവരുന്നു. और यहाँ पर मैं देख रहा हूँ कि यहाँ पर बहुत ही अनुशासन के साथ, परमेश्वर के साथ भय और भक्ति में बैठने वाले लोग हैं आप लोग. ഈ സങ്കീർത്തനം और ये भजन संहिता ദാവീദിന്റെ സങ്കീർത്തനമാണ്. ये दाऊद का भजन है. ദാവീദ് ദൈവത്താൽ ബലപ്പെട്ടു. और दाऊद जो है परमेश्वर के द्वारा उसने बल को प्राप्त किया. ഒന്നുമില്ലാത്ത കാട്ടിൽ ആടിന്റെ മൂത്രവും കാഷ്ടമായി, ആടിന്റെ ദുർഗന്ധമായി, ആടിനോടുകൂടെ, ആടിന്റെ ചൂടായി, ആടിനോടുകൂടെ മണത്ത് ജീവിച്ച ഈ കാട്ടിലായിരുന്ന അതെ ഈ ദാവീദിനെ മാനിച്ചത് എന്തുകൊണ്ട്? और जो जंगल में जब वो दाऊद था, भेड़ बकरियों के बीच में, जो भेड़ बकरियों का जो दुर्गंध है उसके बीच में सोया हुआ दाऊद को परमेश्वर ने कितना मान और सम्मान से भरा है. അപ്പന്റെ ആടുകളെ, और जो उसके पिता के जो बकरियां थी, ദുഷ്ടമൃഗങ്ങൾ, 2 മൃഗങ്ങൾ, और 2 जो दुष्ट जो मृग है, जो जानवर है, കരടിയും സിംഹവും जो भालू और शेर ने उसके जो भेड़ के ऊपर अटैक किया था. പിടിച്ചുകൊണ്ട് കടന്നു കളയുമ്പോൾ और जब वो उसको पकड़ने के लिए, भेड़ को पकड़ने के लिए आए, തന്റെ ജീവൻ നോക്കാതെ, वो अपने जीवन की चिंता ना करते हुए, തന്റെ പ്രാണൻ നോക്കാതെ, उसके प्राण की चिंता ना करते തന്റെ हुए, നിലനിൽപ്പ് നോക്കാതെ अरे उसके जो वहां पर खड़ा है उसको ना सोचते ആ हुए, അപ്പന്റെ ആടിന്റെ പുറകെ പോയി, अरे वो जो भेड़ थी उसके पीछे वो गया. എന്റെ ആടുകൾക്ക് അതെ എന്റെ ആടിനെ പിടിച്ചുകൊണ്ട് പോയാൽ यदि मेरे बकरियों को वो शेर पकड़ के ले ആ जाएगा तो, ദുഷ്ട മൃഗത്തിന്റെ വായിൽ നിന്ന് वो दुष्ट जानवर मेरे बकरियों को पकड़ के ले जाएगा तो उसके मुंह से അവയെ ഒരു കടലാസ് കീറിക്കളയുന്നത് പോലെ अरे जैसा एक कागज को फाड़ देता उस प्रकार वो बकरियों को फाड़ने के लिए जब वो शेर आया, ആ വായിൽ നിന്ന്, ശത്രുവിന്റെ വായിൽ നിന്ന് वो शत्रु के मुंह से ദാവീദ് പിടിച്ചെടുക്കുക. दाऊद ने उस बकरी को बचा लिया. സഹോദരങ്ങളെ,
भाइयों बहनों, ദാവീദിന്റെ ശക്തിയല്ല, वो दाऊद की शक्ति नहीं था, ദാവീദിന്റെ പാണ്ഡിത്യമല്ല, वो दाऊद का योग्यता नहीं था, ദാവീദിന്റെ ഭക്തിയല്ല, वो दाऊद की भक्ति नहीं था, ദാവീദിന്റെ സ്നേഹചുംബനമല്ല, वो दाऊद का स्नेह चुंबन नहीं था, ഇശായിയുടെ കുടുംബത്തിലെ പാരമ്പര്യമല്ല, ना ही वो ईसाई के परिवार का जो पीढ़ी का जो वो था, ഒരു ബോഡി വെയിറ്റും ഇല്ല, उसका कोई बॉडी वेट नहीं था, ഒരു പൊക്കമില്ല. उसके पास ज्यादा हाइट वाला व्यक्ति वो नहीं था. എന്നാൽ लेकिन കർത്താവിനെ മാനിച്ച ഈ മകനെ तो परमेश्वर का सम्मान किया हुआ ഈ ആടുകൾക്ക് വേണ്ടി ये बकरियों के लिए തന്റെ ജീവൻ നോക്കാതിരുന്ന എന്റെ മകനെ उसके जीवन को ना देखते हुए ഒരു രാജാവ് നിൽക്കവേ, एक राजा के खड़े होते हुए, ഒരു രാജാവ് ജനത്തെ ഭരിച്ചുകൊണ്ടിരിക്കവേ തന്നെ एक राजा वहां पर शासन करते हुए ദാവീദിനെ ശൗമേൽ കൊമ്പിൽ തൈലമായി വന്ന് അവൻ അഭിഷേകം ചെയ്യും. और वो एक राजा के होते हुए उसके बाद भी शमूएल वहां पर आकर हालेलुया दाऊद को अभिषेक करता है राजा बनने के लिए. കർത്താവിനെ മാനിക്കുന്നവരാണ് ഈ കൂട്ടത്തിലുള്ളത്. हेलो, यहाँ जो लोग बैठे हैं वो परमेश्वर का मान सम्मान करने वाले लोग हैं. ഇവിടെ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ളവർ മാത്രമേ വന്നിട്ടുള്ളൂ. और जो यहाँ पर परमेश्वर के हित में चलते हैं केवल वही लोग यहाँ पर आए हैं. അല്ലാത്തവർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. और जो परमेश्वर के हित में नहीं चलते ऐसे लोग यहाँ पर नहीं बैठ सकते हैं. ദൈവം ദുഷ്ടതയെ പ്രസാദിക്കുന്നവനല്ല. मतलब कभी भी परमेश्वर दुष्ट रास्तों में चलने वाले के ऊपर प्रसन्न नहीं होता है. ദുഷ്ടനോടുകൂടെ ദൈവം പാർക്കുന്നുമില്ല. और कभी दुष्ट के साथ प्रभु बैठता भी नहीं. യഹോവ തന്റെ ഭക്തന്മാരെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. और परमेश्वर ने अपने भक्तों को अपने लिए अलग कर कर रखा है. നിന്റെ കിടക്കയിൽ നീ പാപം ചെയ്യരുത്. आपके सोते समय आपको पाप नहीं करना है. നിന്റെ പ്രവൃത്തിയിൽ ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കരുത്. आपके काम काज में आपको परमेश्वर के विरुद्ध काम नहीं करना है. ദൈവത്തിന്റെ അഭിഷക്തന്മാർക്ക് വിരോധമായി നീ സംസാരിക്ക പോലും അരുത്. और आप परमेश्वर के सेवकों के खिलाफ आपको बात नहीं करना है. അവർ കർത്താവിന്റെ ശ്രേഷ്ഠന്മാരാണ്. क्योंकि वो परमेश्वर के श्रेष्ठ दास लोग हैं. കർത്താവിന്റെ പാത ശുശ്രൂഷിക്കുന്ന മക്കളാണ്. वो परमेश्वर के रास्ते में चलने वाले लोग हैं. അവരുടെ സൗന്ദര്യം കണ്ടിട്ടല്ല, अरे उनकी खूबसूरती देख के नहीं, അവരുടെ സമ്പത്ത് കണ്ടിട്ടല്ല, उनकी संपत्ति देख के नहीं. രാജാക്കന്മാരുടെ രാജാവിന്റെ വേലക്കാരാണ് അവര്. वो राजाधि राजा के सेवक लोग हैं. ഈ ലോകത്തിൽ ഏതെല്ലാം ഉന്നതമായ ശമ്പളമാകട്ടെ, തൊഴിൽ മേഖലയാകട്ടെ, ഏറ്റവും നിലവാരമുള്ളത് സ്വർഗം അറിയുന്നതും ഈ ഭൂമിയിൽ മാനിക്കപ്പെടുന്നതുമായ സ്വർഗീയമായിരിക്കുന്ന വേല ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നു. हो सकता है यहाँ पर बहुत सारे लोग बहुत बड़े पैसे कमाने वाले लोग हैं, बहुत बड़े नौकरी करने वाले होंगे, लेकिन सबसे श्रेष्ठ नौकरी और सबसे बड़ा जो नौकरी है वो परमेश्वर के दास का होता है, जो परमेश्वर ने उनको नियुक्त किया है. അതുകൊണ്ടാണ് എളിയവനും കൃപ ലഭിച്ചത്. इसलिए परमेश्वर के दास को भी वो परमेश्वर का जो उद्धार को मिला है. വീട്ടിൽ നിന്ന് തള്ളപ്പെട്ട മനുഷ്യനാണ്. और अंकल को घर से निकाला हुआ एक मनुष्य है. ആർക്കും വേണ്ടാത്തവനായിരുന്നു. अंकल को कोई भी उनके घर में कोई भी पसंद नहीं करते थे. സൗന്ദര്യം ഇല്ലാത്തവനായിരുന്നു. खूबसूरती उनके पास नहीं था, വിദ്യാഭ്യാസം ഇല്ലാത്തവൻ, उनके पास पढ़ाई लिखाई नहीं था, ഒരു കുടുംബശ്രേഷ്ഠത പറയാനില്ല. उनके पास हालेलुया उनके परंपरा बोलने के लिए उनके पास कुछ भी नहीं था. ഈ കർത്തനെ മാനിച്ചതുകൊണ്ട് ये अंकल को सम्मान देने वाला എന്നെ മാനിച്ചു. परमेश्वर ने अंकल को सम्मान से भरा है, मान और सम्मान से भरा. വിശുദ്ധന്മാർക്ക് കീഴ്പ്പെട്ടതിനാൽ, उसका कारण है कि वो परमेश्वर के दासों के अधीन रहे, അവരെ അനുസരിച്ചതിനാൽ उनका उन्होंने अनुसरण किया. ശ്രേഷ്ഠമായ പദവി എനിക്ക് തന്നു. परमेश्वर ने एक श्रेष्ठ हालेलुया स्थान प्रभु के दास को परमेश्वर ने दिया. കഴിഞ്ഞ നിമിഷം വരെ पिछले समय तक ആ ഓഫീസിൽ ഇരിക്കുമ്പോൾ जब मैं उस ऑफिस में सुबह आज बैठा था, തൻ്റെ മക്കളെ പോലുള്ള തൻ്റെ കൂട്ടു സഹോദരങ്ങളെ और जो उनके बच्चे जैसे हैं जो यहाँ पर भाई लोग, സ്വന്തം മക്കളെ പോലെ എടാ നീ വാടാ, और वो जो अंकल हैं उनके खुद के बच्चे जैसे यहाँ पर बैठे हुए युवाओं को बुलाते हैं, എടി മോളെ ഇങ്ങ് വാ. बेटी तू इधर आजा. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. मैंने एक बात को वहाँ पर गौर किया, നമ്മുടെ മക്കളോട് നമുക്ക് വലിയ പ്രിയമാണ്. हम अपने बच्चों से बहुत प्रेम करते हैं, അതൊരു പ്രത്യേകതയാണ്. वो एक अलग बात है. എന്നാൽ लेकिन തന്നെ ഞാൻ പഠിച്ചത് उनसे मैंने एक बात को सीखा है, തൻ്റെ മക്കളെ സ്നേഹിക്കുന്ന പോലെ, जिस प्रकार वो अपने बच्चों से अंकल अपने बच्चों से प्रेम करते हैं, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെയും എന്നെയും ഒരുപോലെ സ്നേഹിക്കും. उसी प्रकार यहाँ पर बैठे हर एक लोगों को वो उसी समान प्रेम करते हैं. ആരാണ്? कौन? നിങ്ങളുടെ ദൈവത്തിന്റെ ദാസൻ. आपके परमेश्वर के दास. ഇങ്ങനെ ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു ദൈവദാസൻ എന്നോടും എൻ്റെ കൂട്ടുപ്രവർത്തകനായ ദൈവദാസനോടും പെരുമാറുന്ന പെരുമാറ്റം ഇങ്ങനെയാണെങ്കിൽ, और यहाँ पर जो मेरे से और जो यहाँ पर दास आए हैं उनके साथ जिस प्रकार का उनका अच्छा व्यवहार है, നമ്മൾ കണ്ടിട്ടില്ലാത്ത और हम लोग ने नहीं देखा
ആ യേശു അപ്പച്ചന്റെ वो परमेश्वर जिनको हमने अभी तक नहीं देखा है മനസ്സ് എത്ര വലുതായിരിക്കും. कि उनका मन कितना बड़ा होगा. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? क्या आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? क्या आपको समझ में आ रहा है? മുക്കുവനായ പത്രോസിനെ, മുക്കുവനായ മീൻപിടുത്തക്കാരനായ मछली पकड़ने वाले पत्रोस को ഏറ്റവും രാജപദവിയിൽ കൊണ്ടുവരുന്നു. और एक राज्य स्थान में वो लेके आते हैं. ആർക്കും വേണ്ട എന്ന് തള്ളിക്കളഞ്ഞ कोई भी नहीं चाहिए उनको धिकारा हुआ मनुष्य, ദാവീദിനെ ദൈവം മാനിക്കുന്നു. हल दाऊद को परमेश्वर सम्मान देता है. തള്ളിക്കളഞ്ഞ അമ്മയുടെ മകനായ ശൗമേലിനെ, और जिसको हल धिकार दिया था वो शमूएल के पुत्र को, ഏലി പുരോഹിതന്റെ 2 മക്കളെ മാറ്റിക്കൊണ്ട് ഈ ശൗമേൽ പുരോഹിതനെ ദൈവം സദസ്സിലേക്ക് കൊണ്ടുവരുന്നു. एली के दोनों बच्चों को हटाकर शमूएल को हल प्रभु ऊपर लेके आता है. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, अल्लाह पहले उसके न्याय राज्य की खोज करो, അതോടെ ഇതൊക്കെയും ദൈവം തരും. उसके द्वारा जो कुछ तुमको चाहिए प्रभु देगा. ഞാൻ ഇന്നലെ എന്റെ വീട്ടിലെത്തേണ്ടതാണ്. अल्लाह पिछले दिनों में मैंने अपने घर में ഒരു देखा. കൂടിവരവ് നടത്തേണ്ട മനുഷ്യനാണ്. अल्लाह यहाँ पर हम लोग संगति करते हैं. ഞാൻ ചെല്ലാഞ്ഞതുകൊണ്ട് मैं वहाँ पर नहीं जा पाया. എന്റെ ഭാര്യയ്ക്ക് പിണക്കം, अल्लाह मेरी पत्नी गुस्सा हो गई, എന്റെ കുഞ്ഞിന് പിണക്കം, मेरी जो बच्चे हैं वो गुस्सा എന്റെ हो गए, സഭക്കാർക്ക് പിണക്കം. और जो मेरे सभा वाले हैं वहाँ पर नहीं जा पाए, इसलिए എന്നെ वो ഇവിടെ गुस्सा हो പിടിച്ചു गए. നിർത്തിയത് പാസ്റ്റർ അല്ല, यहाँ पर रोकने वाले पास्टर अंकल, मुझे यहाँ पर रोकने वाले पास्टर ദൈവത്തിന്റെ अंकल नहीं है. അഭിഷേകത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് പറഞ്ഞു, താങ്കൾ ദൈവം അനുഗ്രഹിക്കാൻ പോണ്. और परमेश्वर के द्वास के द्वारा हल परमेश्वर ने अंकल को बोला है कि परमेश्वर आपको आशीष देने वाले हैं. മടങ്ങിപ്പോകാൻ ടിക്കറ്റ് ഇല്ല. वापस जाने के लिए मेरे पास टिकट नहीं है. ദൈവമക്കളെ, परमेश्वर के जनों, എന്റെ പ്രിയ ദൈവമക്കളെ, परमेश्वर के प्रिय जनों, ഒന്നുമില്ലാത്ത എന്നെ कुछ भी मेरे पास नहीं था. റെയിൽവേ मुझे സ്റ്റേഷനിൽ വന്ന് हेलो रेलवे स्टेशन में आकर എന്നോട് പറഞ്ഞ സൈക്കിളായിട്ട് വരാന്ന, अलिया मेरे को बोला था कि मैं साइकिल से तुमको लेने പാസ്റ്ററെ आऊंगा. കൊണ്ടുപോകാൻ ഞാൻ സൈക്കിളായിട്ട് വരാം. मेरे को बोला था पास्टर अंकल आपको लेने के लिए मैं साइकिल से आऊंगा. എനിക്ക് പരിചയമുള്ളത് കൊണ്ട് मैं जानता हूँ इसलिए. 250 രൂപയുടെ രാത്രി ഒരു പഴയ സൈക്കിൾ എനിക്കുണ്ടായിരുന്നു. और मेरे पास 250 रुपए का एक बहुत पुराना एक साइकिल मेरे पास था. എന്റെ ഭാര്യയും 2 മക്കളെയും കൂടെ വെച്ച് ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. और मैं अपने बच्चों को, 2 बच्चों को और अपनी पत्नी को लेकर उस साइकिल में चला हूँ. എന്റെ ദൈവദാസനോട് ഞാൻ പറഞ്ഞ്, തീർച്ചയായും സൈക്കിൾ ഇല്ലെങ്കിലും പാസ്റ്ററെ ഞാൻ നടന്ന് അവിടേക്ക് വരാം. मैंने परमेश्वर के दास से बोला कि भले आप साइकिल से भी ना हो लेकिन मैं चलकर वहां पर आ जाऊंगा. എന്റെ പ്രിയ സഹോദരങ്ങളെ, मेरे प्रिय भाइयों, യേശുവിന്റെ സ്നേഹം परमेश्वर का प्रेम, നിറഞ്ഞു തുളുമ്പുന്ന അനുഭവം ഞാനിവിടെ വന്ന അനുഭവം. और जहाँ पर जब से मैं आया हूँ परमेश्वर का प्रेम मैंने बहुत ज्यादा महसूस किया है. എനിക്ക് തന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. मेरा समय यहाँ पर समाप्त हो रहा है. ഞാൻ ദൈവമക്കളോട് പറയട്ടെ, मैं केवल आपसे एक बात बोलना चाहता हूँ. ദാവീദിന്റെ സങ്കീർത്തനമാണ്. ये दाऊद का भजन संहिता है. എന്റെയും നിങ്ങളുടെ സങ്കീർത്തനം ഉണ്ടോ? ये मेरा और आपका कोई भजन है क्या? എന്റെയും നിങ്ങളുടെ അനുഭവ സാക്ഷ്യം വല്ലതും क्या मेरा और आपका कोई अनुभव का गवाही है क्या? സിംഹത്തെ ഒന്നും കീറണ്ട, अरे आप जाकर जो शेर को नहीं फाड़े, കരടിയെ ഒന്നും അടിച്ചു കൊല്ലണ്ട, आप जाके भालुओं को मारने की जरूरत नहीं है. ഒരു ചെറിയ ഒരു പാറ്റായെ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റിയിട്ടുണ്ടോ? क्या आपने एक छोटे से कॉकरोच को भी मारा है? കർത്തന് വേണ്ടി ഒരു ചെറുവിരൽ അനക്കാൻ പറ്റിയിട്ടുണ്ടോ? क्या आपने आपने कुछ ऐसा कुछ बल का प्रदर्शन ऐसा कुछ किया है? തന്നെ ഈ വിധത്തിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, താൻ അതുപോലെ പട്ടിണിയും പ്രയാസവും ദുഃഖങ്ങളും കഷ്ടതയും മഞ്ഞും മഴയും വെയിലും എല്ലാ വിധത്തിലും നിന്നയും ഒറ്റപ്പെടലും താൻ അനുഭവിച്ചു. യേശുവിന്റെ ആ സ്നേഹം बोले अंकल को इस यहाँ पर ऐसा खड़ा किया, उसके पीछे बहुत ही अनुभव, उनके पीछे बहुत ही भुखमरी को, बहुत ही कष्ट के अनुभव से, बहुत ही तकलीफ की अनुभव से वो गुजर कर यहाँ पर वो आए हैं. ഉള്ളത്തിലേക്ക് വന്നപ്പോൾ जब यहाँ पर उस स्थिति में वो पहुंचे, മാറ്റങ്ങൾ സംഭവിച്ചു. उनके जीवन में बदलाव आया. എനിക്കിവിടെ എന്നാൽ 3 മണിക്കൂർ 4 മണിക്കൂർ പ്രസംഗിക്കാം. मैं यहाँ पर खड़े होकर चाहे तो 3 या 4 घंटे प्रचार कर सकता हूँ. 1 മിനിറ്റ് ഈ പറയുന്നത് പ്രവൃത്തിയിൽ കൊണ്ടുവരാനാണ് പാട്. और लेकिन जो बोल रहे हैं यहाँ पर हमको 1 मिनट के लिए अपने चाल चलन में लेके आने के लिए, दिनचर्या में लेके आने के लिए हमको दिक्कत होता है. ഇവിടുത്തെ ആരാധന കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ കടന്നു പോകും. और यहाँ की आराधना के बाद तुरंत हम लोग यहाँ से चले जाएंगे. എൻ്റെ കൂട്ടുപ്രവർത്തനായ പാസ്റ്റർ, നിങ്ങളുടെ ബഹുമാനപ്പെട്ട നിങ്ങളോട് വചനം പറയാൻ വന്ന ദൈവത്തിന്റെ ദാസനോടൊപ്പം ഞങ്ങൾ കോട്ടയത്തേക്ക് പോകും. और जो परमेश्वर के दास जो यहाँ पर आए हैं उनके साथ में भी वापस कोटयम पे चला जाऊंगा. ഞാൻ തൃശ്ശൂർ ഇറങ്ങും. अंकल जो त्रिशूर में उतर जाएंगे. എന്നാൽ നിങ്ങളുടെ യാത്ര അവസാനം വരെ, लेकिन आपकी यात्रा के अंत तक, ലോകാവസാനം വരെ
अरे दुनिया के अंत तक നിങ്ങളുടെ കണ്ണുനീര് കാണുന്ന, अरे आपके आंसुओं को देखने वाला, നിങ്ങളുടെ ഹൃദയം അറിയുന്ന, आपके हृदय को जानने वाला, നിങ്ങളുടെ വേദന അറിയുന്ന, आपके दर्द को समझने वाला, നിങ്ങളുടെ സങ്കടം അറിയുന്ന, आपके दुख को समझने वाला നിങ്ങളെ കുപ്പയിൽ നിന്ന് ഉയർത്താൻ കഴിവുള്ളവൻ. और आपको नीचे से उठाकर ऊंचे स्थान में बैठाने के लिए सामर्थी। പ്രിയ വിശുദ്ധന്മാരെ, परमेश्वर के जनों, പ്രിയ സഹോദരിമാരെ, अरे परमेश्वर के പ്രിയ दासियों, അമ്മച്ചിമാരെ, अरे बुजुर्ग लोगों, അപ്പച്ചന്മാരെ, अलिया जो बुजुर्ग लोगों, കർത്താവിന്റെ യുവതി യുവാക്കന്മാരെ, जो परमेश्वर के युवा और പ്രിയ युवती लोगों, പ്രിയ പൈതങ്ങളെ, जो बच्चे लोगों, ഈ കർത്താവിന്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ ये परमेश्वर का प्रेम यदि आपके हृदय में आ गया तो ഈ ദൈവദാസനോട് കൂടെ ചേർന്ന് നിൽക്കണം आप परमेश्वर के दास के साथ मिलकर खड़े होना है। എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. मैं आपको याद दिलाना चाहता हूँ। ഇരുതോണി യാത്ര ചെയ്താൽ आप यदि दो नाव में पांव रखकर चलोगे तो പാസ്റ്റർ കാണുമ്പോൾ സ്തോത്രം, पास्टर को देखोगे तो आप प्रेस वर्ड बोलते हो। പാസ്റ്റർ വിട്ടു കഴിഞ്ഞാൽ, जैसे ही आप पास्टर से दूर होते हो, പ്രാർത്ഥന അന്തരീക്ഷം വിട്ടു കഴിഞ്ഞാൽ जैसे ही आप प्रार्थना के माहौल से दूर होते हो സൂത്രം സൂത്രം സൂത്രം, तो आप സ്തോത്രം കഴിഞ്ഞ് പിന്നെ സൂത്രം. फिर आप विरोध में बात करने लगते हो। ദൈവമക്കളെ, രണ്ടു തോണി യാത്ര അരുത്. इसलिए कभी भी दो नाव पे पांव रखकर ना चले। വിശ്വാസ നായകനും और जो विश्वास के जो हमारे नायक है പൂർത്തി വരുത്തിയവനുമായ और जो विश्वास को पूर्ण करने वाला है, നിങ്ങളുടെ കർത്താവിൽ നിങ്ങൾ ആശ്രയം വെക്കണം. केवल आप उस परमेश्वर पर आश्रय रखें। നിങ്ങളുടെ മനസ്സും ശരീരവും आपका मन और आपका शरीर കർത്താവിന് കൊടുക്കുക. आपको प्रभु को देना है। അപ്പോൾ തന്നെ उसी समय ഒരു ഗ്ലാസ് വെള്ളം തന്ന ആൾക്കാരെ और एक गिलास पानी देकर लोगों को, മറക്കരുത്. और जिसने आपको एक गिलास पानी दिया है उसको आप कभी भी ना भूले। നന്ദിയുള്ളവരായിരിക്കണം. हमेशा उनके प्रति आप हालेलुया धन्यवाद का भाव आपके अंदर होना चाहिए। നന്ദിയുള്ളവരായിരിക്കണം. आपके अंदर वो धन्यवाद, एक गिलास पानी भी यदि आपको किसी ने दिया है तो उसके प्रति आपको धन्यवाद का भाव आपके अंदर होना चाहिए। എൻ്റെ കർത്താവിൽ പ്രിയരെ, आप मेरे परमेश्वर के प्रिय लोगों, നിങ്ങൾക്ക് തന്നിരിക്കുന്ന हालेलुया जो आपको दिया गया, ഈ ദൈവദാസനോട് കൂടെ जो परमेश्वर के दास है उनके साथ വിശ്വസ്തയോടുകൂടെ विश्वास योग्य बनकर, കാവടിമില്ലാതെ बिना कपट के, ഏക മനസ്സുള്ളവരായി, एक मन के साथ, ഏകാഗ്രതയുള്ളവരായി, हालेलुया एकाग्रत होकर, തീഷ്ണതയുള്ളവരായി, बोलो आपके अंदर वो ऊंचावन होकर, ഒന്നും കൂടെ ഞാൻ എടുത്തു പറയുന്നു, एक और बार मैं आपसे फिर से बोलना चाहता हूँ, ആത്മഭാരമുള്ളവരായി, आपके अंदर आत्मा भार होना चाहिए। ആത്മഭാരമുള്ളവരായി. आपके अंदर आत्मा के प्रति एक भार होना चाहिए। നശിച്ചു പോകുന്നവരെ കുറിച്ച് जो लोग नाश हो रहे हैं, വേദനയുള്ളവരായിരിക്കണം. आपके अंदर उनके प्रति दर्द होना चाहिए। ഇതാണ് ദാവീദിനെ ഉയർത്തിയത്. यही है जो दाऊद को ऊंचा किया था, ഇതാണ് ശൗമേലിനെ ഉയർത്തിയത്. यही है जो शमूएल को ऊंचा किया था, ഇതാണ് യോസഫിനെ ഉയർത്തിയത്. यही है जो यूसुफ को ऊपर किया था। സിംഹങ്ങളുടെ വായടച്ച ദാനിയേലിന്റെ ദൈവം ഇതുകൊണ്ടാണ്. हालेलुया जो शेर का मुंह बंद करने का कारण दानियल के प्रति, हालेलुया वो परमेश्वर का यही कारण था। പത്രോസിന്റെ നേരിന് വേണ്ടി ജനം ഇരുവശത്തും രോഗികളും മാരകമായ ബാധകൾ പിടിച്ചവരെ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. जब पत्रोस की परछाई हालेलुया रोगियों के ऊपर पड़ा तो रोगी वहां पर चंगे हो गए थे। പ്രിയ ദൈവത്തിന്റെ മക്കളോട് ഞാൻ പറയട്ടെ, परमेश्वर के जनों में आपसे बोलना चाहता കർത്താവിനെ हूँ, മാനിച്ചാൽ जो लोग परमेश्वर का सम्मान करते हैं നിങ്ങൾ മാനിക്കപ്പെടും. तो आप लोग भी परमेश्वर की ओर से सम्मान को पाओगे। 2026 പോകുമ്പോൾ जब हम 2026 में प्रवेश करेंगे ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടി ആത്മാക്കളെ ദൈവം തരാൻ പോകുന്നു. और जो हालेलुया यहाँ पर है उससे दुगना जो परमेश्वर हालेलुया आत्मा को देने जा रहा है। നിങ്ങളുടെ ദാസനോടൊപ്പം, आप अपने परमेश्वर के दास के साथ, കൂട്ടുപ്രകൃതത്തോടൊപ്പം, हालेलुया जो आपके साथ काम करते हैं उनके साथ കർത്തന്റെ വിശ്വസ്ത സാക്ഷിയായി आप हालेलुया विश्वास योग्य साक्षी बनकर, गवाही बनकर, ധീരതയോടെ നിൽക്കണമെന്ന് आप हालेलुया पूरे विश्वास योग्य के साथ खड़े होना है। പറഞ്ഞുകൊണ്ട് मैं बोलकर, എൻ്റെ വിലപ്പെട്ട ദാസനും हालेलुया मेरे जो परमेश्वर श्रेष्ठ दास എൻ്റെ हैं ബഹുമാനപ്പെട്ട സഹകരണിക്കും और जो उनकी धर्मपत्नी है അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾക്കും और जो उनके बच्चे हैं തല നിരച്ചതായ കിരീടം വെച്ചിരിക്കുന്ന വിശുദ്ധന്മാർക്കും और यहाँ पर जो बुजुर्ग लोग और विशुद्ध लोग यहाँ पर पवित्र लोग बैठे हैं, അദ്ദേഹത്തിന്റെ അതേ വാക്കുകൾ വേദന കൂടാതെ അനുസരിക്കുന്ന, ശാസനയെ മുഷിഞ്ഞു പോകാത്ത പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, उनकी बातों को सुनकर आप बिना बुरा माने उनकी बातों को मानने वाले भाइयों और बहनों, നിങ്ങൾ ചെയ്യുന്ന എല്ലാം രേഖപ്പെടുത്തുന്ന ഒരു ബുക്കുണ്ട്. और जो कुछ आप करते हो वो सब कुछ लिखा जाने वाला एक पुस्तक है। അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം
जो अपने काम करते हैं उनके हालेलुया जो जैसा जैसा काम करते हैं उनके ക്രിസ്തുവിന്റെ अनुसार ന്യായസിംഹാസനത്തിന് മുമ്പാകെ നിൽക്കണം. जब आप परमेश्वर के न्याय सिंहासन के सामने खड़े होंगे ആരുടെയും വാക്ക് കേട്ടോ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലയരുത്. और दूसरों की बात को सुनकर हालेलुया मनुष्यों को प्रसन्न करने के लिए आप इधर उधर ना जाए, ആടി ഒലയരുത്. आप इधर उधर कभी भी ना जाए. ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് പറയുന്നു. मैं हालेलुया पूर्ण आत्मा से मैं आपको बोल रहा हूँ. എന്റെ ശരീരം മുഴുവൻ കുളിര് പോരുന്നു. ശരീരം മുഴുവനും ദൈവത്തിന്റെ ആത്മാവോട് നിറയപ്പെടുന്നു. और उनका अंकल का जो शरीर पूरा है परमेश्वर की आत्मा से भर रहा है. ഈ വിശുദ്ധനോടുകൂടെ ये पवित्र हालेलुया जन के साथ നിങ്ങൾക്ക് തന്ന ഈ വിലപ്പെട്ട ദാസനോടുകൂടെ जो आपको दिया हुआ हालेलुया जो आपके श्रेष्ठ दास है उनके साथ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ये हालेलुया परमेश्वर की सेवकाई के लिए सुसमाचार के लिए നിങ്ങൾ പോരാടണം. आपको हालेलुया युद्ध करना है. നിങ്ങൾ പോരാടണം. आपको युद्ध करना है. നിങ്ങൾ പോരാടണം. आपको युद्ध करना है. നിങ്ങൾ പോരാടണം. आपको युद्ध करना है. നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. आपको विश्वास योग्य बनकर रहना है. സത്യസന്ധരായിരിക്കണം. आपको सत्यवान बनकर रहना है. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ जब आप ऐसा करोगे നിങ്ങൾ മാനിക്കപ്പെടും. तो आप लोग को प्रभु हालेलुया सम्मान और मान और सम्मान देगा. ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. हालेलुया परमेश्वर आपको बढ़ाएगा ദൈവം നിങ്ങൾക്ക് മാന്യത തരും. और परमेश्वर आपको मान और सम्मान देगा. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്ഭുതത്തിന്റെ വർഷമാണ് 2026. आपने नहीं सोचा हालेलुया ऐसा अद्भुत कार्य 2026 में प्रभु करेगा. തന്റെ ദാസന്റെ കുഞ്ഞുങ്ങൾക്കും തന്റെ കൂട്ടാളിക്കും അതേ കൈത്താങ്ങ് ചെയ്യുന്നവരും തന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതിനോടൊപ്പം ദൈവമക്കളെ വിശുദ്ധന്മാരെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. जिस प्रकार हालेलुया अंकल का और उनके परिवार के साथ जो खड़े होकर जो उनका हालेलुया जो उनके कामों में हाथ को बटाते हैं आप लोग को प्रभु जरूर आशीषित करेगा. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ആവശ്യപ്പെടുകയാണ്. और मैं आपकी प्रार्थनाओं को चाहता हूँ എന്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. आप लोग विशेषकर मेरे परिवार के लिए प्रार्थना करिएगा എന്റെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. और मेरे जो विश्वासी हैं उनके लिए भी आप लोग प्रार्थना करिएगा. വേലയിൽ നിൽക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. और ये हालेलुया सेवकाई में खड़े होने के लिए मुझे आप लोग प्रार्थना करिएगा. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. प्रभु आपको आशीषित करे.
സന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ പ്രാർത്ഥിപ്പാൻ ദൈവമേ സാക്ഷികൾ പറയുവാൻ ഞങ്ങളുടെ മക്കൾക്ക് ദൈവകൃപ കൊടുത്തു. കടന്നു വന്ന എല്ലാ ജനത്തെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥി യാത്ര ചെയ്യുന്ന എല്ലാവരെയും ദൈവം ഓർക്കണമേ. കർത്താവ് ഞങ്ങളുടെ നാമത്തിൽ അർപ്പിക്കപ്പെട്ട ദശാംശം സ്തോത്രാഴ്ച മനഃപ്രദാനങ്ങൾക്കായി ഇതിലെല്ലാം ദൈവത്തിന്റെ അതിയായ അനുഗ്രഹങ്ങളുടെ മക്കളുടെ മേലുണ്ടായിരിക്കും. സകലതും അങ്ങയുടെ നാമത്തിൽ മഹത്വത്തിനായി ചെയ്യുവാൻ ദൈവം സഹായിക്കും. കർത്താവിന്റെ കരങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. ദൈവം മറ്റുള്ള ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവർക്കും ഇരിക്കും. ആമേൻ. തിരുമേശയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. हम प्रभु भोज की ओर बढ़ रहे हैं. ആമേൻ. സ്തോത്രം. ഈ കർത്തൃമേശയെ കുറിച്ച് പറയുമ്പോൾ जब प्रभु भोज के बारे में बोला जाता है तो ആമേൻ നിങ്ങൾ എല്ലാവർക്കും കൈ നീട്ടാൻ പറ്റത്തില്ല. यहाँ प्रभु भोज में सब लोग अपना हाथ नहीं बढ़ा सकते हैं. ആമേൻ. ഇതിൽ ബ്രെഡാണ് വീഞ്ഞാന്ന് പറഞ്ഞ് എടുത്ത് കുടിക്കരുത്. ये ब्रेड है और ये कटोरा है करके आप इसमें से उठाकर नहीं पी सकते हो, ചില വ്യവസ്ഥകളുണ്ട്. क्योंकि इसमें सम्मिलित होने का कुछ व्यवस्था है. ഒന്ന് ഇത് വളരെ സീരിയസ് ആയുള്ള ശുശ്രൂഷയാണ്. और ये बहुत ही महत्वपूर्ण सेवकाई है प्रभु भोज. ഞാൻ ഈ ശുശ്രൂഷയുള്ള ഭയത്തോടാണ് ചെയ്യുന്നത്. और अंकल जो ये प्रभु भोज को बहुत ही भय के साथ वो करते हैं, എടുക്കുന്നത് ഭയത്തോടെ. और जब वो उसमें सम्मिलित होते हैं बहुत ही भय के साथ वो सम्मिलित होते हैं, കാരണം അതിന് പ്രത്യേകതയുണ്ട്. क्योंकि इसका हल्ले कुछ अलगपन है. ഇത് എല്ലാവർക്കും കൈ നീട്ടാൻ പറ്റത്തില്ല. प्रभु भोज में सब लोग अपने हाथ को नहीं बढ़ा सकते हैं. ഇതിന് ഒന്നാമത്തെ വ്യവസ്ഥ इसका पहला व्यवस्था ഈ കൽപ്പനകൾ പ്രമാണിക്കാന്നുള്ളത്. कि आपको परमेश्वर के वचन का हल्ले कल्पना का प्रवाह हल्ले आपको इसके व्यवस्था में चलना है. ആമേൻ. പ്രൈസ് ദി ലോർഡ്. आमीन. ഹല്ലേലൂയ. हालेलुया. ആമേൻ. हालेलुया. ആമേൻ. മാനസാന്തരപ്പെട്ട് आपको मन फिराव करके ആമേൻ രക്ഷിക്കപ്പെട്ട് आपको रक्षा को प्राप्त कर कर വീണ്ടും ജനം പ്രാപിച്ച് आपको हल्ले फिर से जन्म को लेकर വീണ്ടും ജനനത്തിന്റെ ജീവിത തെളിവുകളുണ്ട്. और आपका फिर से जन्म हुआ है उसका आपके जीवन में हल्ले साक्षी होना चाहिए, गवाही होना चाहिए. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ये बहुत ही महत्वपूर्ण है. ഞാൻ വീണ്ടും ജനിച്ചു ബോണഗേ എന്ന് പറഞ്ഞ് എടുക്കാൻ പാടില്ല. आप हले फिर से जने हो, परमेश्वर में फिर से आप जने हो, इसका ये सोचकर आप उसमें सम्मिलित नहीं हो सकते हो. ജനിച്ചെങ്കിൽ നിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം. यदि आपने प्रभु में फिर से जन्म लिया है तो आपके स्वभाव में एक अलगपन होना चाहिए. ആ സ്വഭാവത്തിൽ ജീവിക്കുന്നവരും और उस स्वभाव में जीने वाला, ആ സ്വഭാവത്തിൽ ജീവിക്കാത്തവർ കൈ നീട്ടണ്ട. जो कुछ प्रभु के स्वभाव में या प्रभु की व्यवस्था में नहीं चलता हो वो अपने हाथ को इसमें ना बढ़ाए. അല്ല അങ്ങനെ നീട്ടിയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ നീട്ടരുത്. आप अल्लाह यहाँ पर आप ऐसा हाथ बढ़ाते हो तो अंकल को यहाँ पर कोई दिक्कत नहीं, लेकिन ऐसा आपको हाथ नहीं बढ़ाना है. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കണം. जो पवित्र आत्मा में आपको विश्वास करना है. പെന്തക്കോസ് അന്യഭാഷയിൽ ആരാധിക്കത്തില്ലേ? जो पेंतकोस्त हम लोग अन्य भाषा में आराधना करते हैं, അപ്പൊ ഇതിൽ വിശ്വസിക്കുക. अल्लाह उसमें विश्वास करने वाला, ഇത് പ്രാപിക്കുക. अल्लाह इसको पवित्र आत्मा को प्राप्त करके, പ്രാപിക്കാത്തവരും വിശ്വസിച്ച് കാത്തിരിക്കുന്നവരും വേണം കൈ. जिसने पवित्र आत्मा को प्राप्त नहीं किया है वो विश्वास के साथ पवित्र आत्मा को प्राप्त करने के इंतजार में बैठने वाला होना चाहिए. പക, ദേഷ്യം, പിണക്കം, ആമേൻ. ലോകത്തിൽ ഒരു മനുഷ്യനോടെങ്കിലും പകയുണ്ടെങ്കിൽ മിണ്ടത്തില്ലെങ്കിൽ നീ കൈ നീട്ടരുത്. यदि आपको इस दुनिया में किसी भी मनुष्य के प्रति नफरत या गुस्सा है तो आप हालेलुया प्रभु भोज की ओर अपने हाथ को ना बढ़ाइए. വേറെ സഭക്കാരൊക്കെ ഇങ്ങനെ തരുമായിരിക്കും. अल्लाह दूसरे कलीसिया लोग ऐसे ही प्रभु भोज को दे देते होंगे, പക്ഷെ ഞാൻ ഈ ഉപദേശം പറയാതെ അങ്ങോട്ട് വരത്തില്ല. लेकिन इस कलीसिया में यहाँ पर बिना उपदेश के प्रभु भोज नहीं दिया जाता है. ആമേൻ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഇത് മനസ്സിലായല്ലോ? आपको समझ में आया क्या? കള്ളം പറയുക, झूठ बोलना, ആവശ്യമില്ലാത്ത പിക്ചറും കണ്ടോണ്ടിരിക്കുക, फालतू पिक्चरों को मूवी को देख के बैठना, 24 മണിക്കൂർ നെറ്റും കണ്ടോണ്ടിരിക്കുക, 24 घंटे इंटरनेट में बिताना, ആമേൻ. തമ്പാക്കം വയലിട്ട് मुंह में तंबाकू डालना, ആമേൻ. മറ്റു കാര്യങ്ങൾക്കെല്ലാം പോകുന്ന അവരാരും കൈ നീട്ടാൻ പാടില്ല. और जो दुनियादारी के कामों में जाते हैं ऐसा कोई भी व्यक्ति प्रभु भोज में हाथ ना बढ़ाए. നിങ്ങൾക്ക് ചർച്ചയിൽ വരാം, आप चर्च में आ सकते हैं, നിങ്ങൾക്ക് ഇതെല്ലാം കേൾക്കാം. आप सब कुछ सुन सकते हैं, മേശയ്ക്കകത്ത് കൈ നീട്ടും. लेकिन आप प्रभु भोज की ओर हाथ ना बढ़ाए. ദാരിന
കാണുന്ന പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. എല്ലാവരും ഇത് സംബന്ധിക്കുന്നവരെല്ലാം വളരെ പ്രാർത്ഥിക്കണം. जो कोई प्रभु में सम्मिलित हो रहा है बहुत ही प्रार्थना के साथ बैठे. ഈ ശുശ്രൂഷയിൽ ഞാൻ നിൽക്കുമ്പോൾ जब ये सेवकाई में अंकल खड़े होते हैं, ഭയങ്കര പ്രസൻസിലാണ് നിൽക്കുന്നത്. परमेश्वर के सानिध्य में वो खड़े हैं. ഇന്ന് ഇത് സംബന്ധിക്കുന്ന പലരും जो कुछ इसमें सम्मिलित हो रहे हैं, പലരുടെ രോഗങ്ങൾ മാറുകയാണ്, कई सारे लोग की बीमारी आज हम यहाँ पर പലരുടെ छुटकारा ബന്ധനങ്ങൾ मिलेगा. അഴിയുകയാണ്, कई सारों के बंधन यहाँ पर खुल പലർക്ക് जाएंगे. ജീവൻ ഉണ്ടാകുകയാണ്. आपके जीवन में ലെയോസ്, आएगा. ഫെബിയോസ്, ഫെബിയോസ്, കെൽത്ലായിദസ്, ദൈവശക്തി ആവരിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട ശബ്ദങ്ങൾക്ക് മനസ്സിലാകും. 1 കൊരിന്ത്യർ 11:23 വാക്യങ്ങളെ വായിക്കും. पहला कोरिन्थियों 11वां अध्याय उसके 23वें वाक्य से വായിക്കും. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. इसलिए जो कोई अनुचित रीति से प्रभु की रोटी खाए या उसके कटोरे में से पिए वह प्रभु की देह और लहू का अपराधी ठहरेगा. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും तो अपने आप को परख कर क्या मैं प्रभु भोज में सम्मिलित होने के योग्य हूँ या नहीं हूँ. പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാൻ यीशु मसीह का शरीर പാപം ചെയ്തിട്ടില്ലാത്ത, जिसने पाप नहीं किया, പാപം അറിഞ്ഞിട്ടില്ലാത്ത, पाप को नहीं जाना, പാപം സ്പർശിച്ചിട്ടില്ല, कभी भी यीशु मसीह ने पाप को नहीं छुआ. യേശുവിന്റെ ശരീരം. यीशु मसीह का शरीर നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. അടുത്ത വാക്യം. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, सब लोग को ध्यान से सुनना है. നാം നമ്മെ തന്നെ വിധിക്കണം. आप अपने आप को परखें. നാം വിധിച്ചു കഴിയുമ്പോൾ जब आप अपने आप को परखोगे, ദൈവം നമ്മെ ചില ബാലശിക്ഷയിലൂടെ കടത്തി വിടും. परमेश्वर हमको छोटे बाल्य शिक्षा देकर हमको आगे बढ़ाता है. ഹല്ലേലൂയ. ആമേൻ. हालेलुया. ബാലശിക്ഷ ഉണ്ട്. परमेश्वर हमको बाल शिक्षा देता है, ताड़ना करता है. ആമേൻ. അത് എന്നെ ശുദ്ധീകരിക്കാനാ, वो हमको शुद्ध करने के लिए करता എന്നെ है, കഴുകാനാ, वो हमको धोने के लिए करता എന്നെ है, വെടിപ്പാക്കാനാണ്. पहले वो हमको शुद्ध करने के लिए करता है. പക്ഷെ നീ നിന്നെ തന്നെ ഒന്ന് വിധിക്കുമ്പോൾ, लेकिन जब आप अपने आप को परखते हो, ഞാൻ യോഗ്യനല്ല, യോഗ്യവതിയല്ല എന്ന് പറയുമ്പോൾ നിന്നെ യോഗ്യവതിയാക്കാനും യോഗ്യവാനാക്കാൻ യേശുവിനെ. जब आप बोलते हो कि मैं योग्य नहीं हूं, लेकिन हल यीशु मसीह आया कि आपको योग्य बनाने के लिए. ആമേൻ. അപ്പോൾ ബലഹീനത മാറിപ്പോ, आप ऐसा करोगे तो आपका बलहीनता दूर हो जाएगा, നിന്റെ രോഗം മാറിപ്പോ, आपका रोग दूर हो जाएगा, നിന്റെ ആത്മീയ ശാരീരിക മരണം നീങ്ങിപ്പോ. और आपका आत्मिक शारीरिक जो मृत्यु है वो दूर हो जाएगा. പക്ഷെ യോഗ്യനായില്ലെങ്കിലോ यदि आप योग्य नहीं है तो ബലഹീനരായി, आप बलहीन बन जाओगे, രോഗിയായി, आप रोगी बन जाओगे. അതിന് നിദ്ര കൊള്ളുകയാണ്. और कई सारे लोग हल उनकी मृत्यु भी हो गई है. ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ചു, आप अपने आप को प्रभु के सामने समर्पित कर दीजिए. എന്നെ യോഗ്യനാക്കണേ. प्रभु मुझे आप योग्य बनाइए. എന്റെ വാക്കുകൾ, प्रभु मेरी बातें, എന്റെ പ്രവൃത്തികൾ, प्रभु मेरे काम, എന്റെ ചിന്തകൾ, प्रभु मेरी चिंता, എന്റെ ഇടപാടുകൾ, प्रभु मेरे जो എന്റെ संबंध ഹൃദയം, है, എന്റെ ഹൃദയം, हृदय, എന്റെ മനസ്സ്, प्रभु मेरा मन,
എല്ലാം ഒന്ന് നോക്കണമേ, प्रभु आप जांचिए, എല്ലാം ശ്രദ്ധിക്കണമേ. सभी लोग हालेलुया आप അപ്പച്ചാ, जांचिए। എന്റെ തെറ്റുകളെ ക്ഷമിക്കണേ, प्रभु मेरे गलतियों को क्षमा എന്റെ करिए, കുറവുകളെ प्रभु ക്ഷമിക്കണമേ, मेरी गलतियों को क्षमा എന്നെ करिए, കഴുകണമേ, प्रभु मुझे धोकर शुद्ध എന്നെ करिए, യോഗ്യനാക്കണമേ. मुझे आप योग्य बनाइए। പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി ദൈവത്തിൽ ജീവിക്കും, ഞാൻ ദൈവത്തിൽ ജീവിക്കും. പരിശുദ്ധ പിതാവേ, पवित्र पिता, അടിയങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. प्रभु अपने आप को प्रभु आपके हाथ में सौंपते हैं। ഈ അപ്പത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യും. प्रभु ये रोटी को प्रभु आपके हाथ में देकर हम धन्यवाद देते എല്ലാവരും हैं। എല്ലാവരും സ്തോത്രം ചെയ്താൽ सभी लोग धन्यवाद दीजिए, सभी लोग रोटी के लिए धन्यवाद दीजिए। സമ്മതിക്കുന്നവരെല്ലാം സ്തോത്രം जो ചെയ്താൽ लोग उसमें सम्मिलित हो रहे हैं सभी എല്ലാവരും लोग സ്തോത്രം धन्यवाद ചെയ്താൽ दीजिए, सभी लोग धन्यवाद दीजिए। ദൈവം ഇത് അനുഗ്രഹിച്ചു തരേണ്ടതിനാ. प्रभु उसको आशीष करने के लिए ദൈവത്തെ വാഴ്ത്തിയാട്ടെ. अरे प्रभु को आप धन्यवाद दीजिए। ഈ റൊട്ടിയല്ല വാഴ്ത്തുന്നത്, ദൈവത്തെയാണ് വാഴ്ത്തുന്നത്. आपको रोटी को नहीं, आपको परमेश्वर को धन्यवाद देना है। ആമേൻ. ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। പരിശുദ്ധ പിതാവേ, पवित्र पिता, ഈ ബ്രെഡിനെ ദൈവകരങ്ങളിൽ കൈമാറി. प्रभु इस रोटी को प्रभु आपके हाथ में देते हैं। കർത്താവേ, ഇത് प्रभु ഈ ബ്രെഡ് മുറിക്കുമ്പോൾ जब ये रोटी को यहाँ तोड़ा जाएगा, ഇതുപോലെ അങ്ങയുടെ ശരീരം ഞങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടും. जिस प्रकार ये रोटी तोड़ा गया तो उसी प्रकार आपका शरीर हमारे लिए ദൈവമേ, तोड़ा गया। അനേക പീഡനങ്ങളും കൊടിയ പീഡനങ്ങളും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ ശരീരത്തിൽ സഹിച്ചു. प्रभु आपके शरीर में काफी ताड़ना को, काफी हालेलुया जख्मों को आपने हमारे लिए लिया। ഞങ്ങളത് ഓർക്കുകയാണ്. प्रभु हालेलुया उसको हम याद करते ദൈവമേ, हैं। ഞങ്ങൾ യോഗ്യരല്ല, प्रभु हम इसके योग्य नहीं അങ്ങയുടെ हैं। മുമ്പിൽ നിൽക്കാൻ യോഗ്യരല്ല. प्रभु आपके सामने खड़े होने के योग्य हम नहीं हैं। അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കിയത് ഓർത്തു സ്തോത്രം. प्रभु आपने हमको योग्य बना, इसलिए हम धन्यवाद देते ഈ हैं। അപ്പത്തെ അങ്ങ് അനുഗ്രഹിക്കണം. प्रभु इस रोटी को हम हालेलुया आप ഇതിനെ आशीष करना, ശുദ്ധീകരിക്കണമേ. प्रभु इसको शुद्ध करना। ഇത് ഞങ്ങൾക്കൊരു ബാലശിക്ഷയാകല്ലേ, प्रभु ये हमारे लिए बाल शिक्षा ഞങ്ങൾക്കൊരു ना हो। ബലഹീനതയാകല്ലേ, प्रभु ये हमारे लिए बलहीन ना हो। ഞങ്ങൾ രോഗികളാകല്ലേ. प्रभु हम लोग रोगी ना बने। ഇത് ഭക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ബലം തരണേ. प्रभु जब हम इस रोटी में सम्मिलित होते हैं हमको ഞങ്ങളുടെ शक्ति രോഗങ്ങൾ देना। മാറണമേ. हमारी रोग हमारे जीवन से दूर होने ആത്മീക वाले, ക്ഷീണങ്ങളും ശാരീരികമായ ബലഹീനതകളും മാറ്റണമേ. हमारी आत्मिक कमजोरी को, हमारी शारीरिक कमजोरी को दूर करना। प्रभु ദൈവത്തിനെ ശുദ്ധീകരിച്ചിരിക്കാൻ സ്തോത്രം. प्रभु आपने उसको शुद्ध किया, इसलिए हम धन्यवाद देते हैं। സ്തോത്രം. धन्यवाद देते हैं। സ്തോത്രം. കർത്താവിനായി പ്രാർത്ഥിക്കാം. प्रभु हम कटोरी के लिए धन्यवाद देते हैं। ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തത്തെ ഞങ്ങൾ ഓർക്കുന്നു. प्रभु आपका जो लहू हमारे लिए बहाया गया उसको हम याद ദൈവം करते ഇതിനെ हैं। ശുദ്ധീകരിക്കണം. प्रभु इसको शुद्ध करना, ഇതിനെ ശുദ്ധീകരിക്കണം. प्रभु शुद्ध करना, ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. प्रभु आपके सानिध्य से भरना। ദൈവമേ, ഞങ്ങളുടെ രക്തം ഇതിലൊഴിക്കണമേ. अरे आप അവിടുത്തെ രക്തത്തിന്റെ സാന്നിധ്യത്തിനകത്തിറങ്ങണമേ. प्रभु हले आपके ഒരു रक्त का നാമത്തിന്റെ सानिध्य- ശക്തി ഇതിൽ വെളിപ്പെടണമേ. प्रभु आपका नाम की शक्ति हमारे बीच में उतरने वाली हो ദൈവനെ सके। ശുദ്ധീകരിച്ചിരിക്കാൻ സ്തോത്രം. प्रभु आपने उसको शुद्ध किया, इसलिए അതിനാൽ धन्यवाद। ഞങ്ങൾ അങ്ങേ വാഴ്ത്തും. प्रभु हम धन्यवाद देते हैं യേശു നാമത്തിൽ തന്നെ. यीशु मसीह के नाम से, ആമേൻ. आमीन। കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ जिस दिन यीशु मसीह को दिखाया गया उस रात को അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി उसने रोटी ली, धन्यवाद देकर उसको तोड़ा। നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എന്റെ ശരീരം ये तुम्हारे लिए तोड़ा गया मेरा शरीर है, എന്ന് പറഞ്ഞു. ऐसा बोला। നാം അനുഗ്രഹിക്കുന്ന ഈ അപ്പം കർത്താവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? यह जो सब हम रोटी में सम्मिलित होते हैं उसके शरीर का, उसके याद में सम्मिलित होते അപ്പം हैं। ഒന്നായിരിക്കുമുണ്ട്. जिस प्रकार रोटी एक है, പലരായിരിക്കുന്ന നാം ക്രിസ്തുവിൽ ഒരു ശരീരമല്ലയോ? जिस प्रकार हम लोग अलग अलग है उसी प्रकार हम लोग, जिस प्रकार ये रोटी एक നമ്മുടെ है, ശരീരത്തിന്റെ ആത്മാവിന്റെ ഓർമ്മയ്ക്കായി ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കാം. इसके शरीर की और आत्मा की याद के लिए इसमें आप सम्मिलित हो सकते നാം हैं। അനുഗ്രഹിക്കുന്ന ഈ അപ്പം കർത്താവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നായിരിക്കുമുണ്ട്. പലരായിരിക്കുന്ന നാം ക്രിസ്തുവിൽ ഒരു ശരീരം. हम सभी लोग मसीह में एक शरीर हैं। നാം അനുഗ്രഹിക്കുന്ന ഈ അപ്പം കർത്താവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നായിരിക്കുമുണ്ട്. പലരായിരിക്കുന്ന നാം ക്രിസ്തുവിൽ ഒരു ശരീരം. നമ്മുടെ ശരീരത്തിന്റെ
ആത്മാവിൻ്റെയും വീണ്ടെടുപ്പിന്റെ ഓർമ്മയ്ക്കായി ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കാമല്ലോ. കൊണ്ട് തന്നെ കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം എന്ന് പറഞ്ഞു. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അവൻ പാനപാത്രം എടുത്ത്, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന ये तुम्हारे लिए बहाया गया നിയമത്തിൽ രക്തമാകുന്നു. नए नियम का लहू है, അനേകരുടെ പാപങ്ങളുടെ മോചനത്തിനായി कई लोगों के पाप के छुटकारा के लिए പ്രിയപ്പെട്ട ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഓർമ്മയ്ക്കായി बहाया गया यीशु मसीह के लहू के याद में നിങ്ങൾ വാങ്ങി കുടിക്കാമല്ലോ. इसमें से आप लेकर सम्मिलित हो सकते हैं. ഈ സഹോദരി നിൽക്കുന്നവര് കർത്തൃമേശയിൽ ഈ സെക്ഷൻ മാത്രം കർത്തൃമേശയിൽ സംബന്ധിക്കുന്നവർ എഴുന്നേറ്റ് രക്ഷിതാവിനെ കാണുക പാപി, രക്ഷിതാവിനെ കാണുക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാണുക പാപി, രക്ഷിതാവിനെ കാണുക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കാൽവരി മലമേൽ നോക്കു നീ, കാൽവരി മലമേൽ നോക്കു നീ, കാൽക്കരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽക്കരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാണുക പാപി, രക്ഷിതാവിനെ കാണുക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. जब यह गीत गाया जाएगा तो जो आपके आसपास खड़े केवल उन्हीं को अपने हाथों को देखकर आपको अभिवादन करना है. കർത്തൃകാകളം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രകാശം പാട്ടല്
കൊണ്ട് ഞങ്ങളെ മറയ്ക്കണം. ദൈവമേ, എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിച്ചതിനായി തിരുവചനത്തിൽ കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവർക്കും ഇരിക്കാം. ദൈവദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. കൈകളടിച്ച് സ്വാഗതം ചെയ്യും. तालियों को बजाकर हम परमेश्वर के दास का स्वागत करेंगे. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर का पवित्र नाम धन्य माना जाए. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 21ാമത്തെ പകലിൽ നിങ്ങളുടെ മധ്യ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 21 दिन के फास्टिंग प्रेयर में इसके अंतिम दिन में आप लोग के साथ सम्मिलित होने के लिए प्रभु ने सहायता की, इसलिए प्रभु को धन्यवाद देता हूँ. ദൈവസഭയുടെ അനുഗ്രഹിതനായ ശുശ്രൂഷകൻ പാസ്റ്റർ ഷാജി ഇടുക്കള, जो परमेश्वर के कलीसिया में सेवकाई करने वाले परमेश्वर के दास पास्टर കർത്താവിൻ്റെ ദാസി പ്രിയ മിനിയാൻറ്റി, परमेश्वर की दासी मिनी आंटी, ദൈവദാസന്റെ കുഞ്ഞുങ്ങൾ, जो परमेश्वर की दास के दोनों बच्चे, വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സെബാസ്റ്റ്യൻ, और जो हमारे वेदी में उपस्थित परमेश्वर के दास पास्टर सेबास्टियन, പാസ്റ്റർ അനീഷ്, पास्टर अनीश, കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, और आयु है सभी जो हमारे मान्य माता पिता लोग, भाई बहन लोग और बच्चे लोग, എൻ്റെ ഭാഷ പരിഭാഷപ്പെടുത്തുന്ന പ്രിയ ബ്രദർ, और जो ट्रांसलेट करने वाले भाई, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. सभी को प्रभु यीशु मसीह के नाम से मैं अपने अभिनंदन को देता हूँ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ലൈവായി ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട ദൈവമക്കൾക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. जो अलग अलग राज्यों से अलग अलग देशों से जुड़े हुए ऑनलाइन में जुड़े हुए जितने भी भाई हैं उन सभी को भी मैं अपने अभिवादन देता हूँ. വളരെ അനുഗ്രഹിക്കപ്പെട്ട 21 ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ കടന്നു പോകുന്നത്. बहुत ही आशीषित 21 दिन प्रभु ने हमको हमारे सामने दिया था. എനിക്ക് മുമ്പ് സങ്കീർത്തനം പ്രബോധിപ്പിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സെബാസ്റ്റ്യൻ ഓർമ്മപ്പെടുത്തിയതുപോലെ जिस प्रकार हम पहले हमसे भजन संहिता से बात किया, पास्टर सेबास्टियन ने जिस प्रकार हमको ഈ बताया, പ്രിയ ദൈവദാസന് കുടുംബമായി പരിചയപ്പെടുവാൻ എൻ്റെ ജീവിതത്തിൽ ലഭിച്ചതൊരു വലിയ ഭാഗ്യമായി ഞാൻ കാണുകയാണ്. और हले मैं भी मानता हूँ कि जो यहाँ के परमेश्वर के दास हैं उनको उनके परिवार से मिलना मेरे जीवन में भी बहुत बड़ा एक आशीष का कारण है. ഈ ദൈവദാസനും കുടുംബമായുള്ള 2 ദിവസത്തെ അടുപ്പത്തിൽ കർത്താവിൻ്റെ ദാസനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനും എൻ്റെ ജീവിതത്തെ ഒന്നുകൂടെ പാകപ്പെടുത്തുവാനും കർത്താവ് സഹായിച്ചു. जो 2 दिन का संबंध उनके साथ मेरा रहा है उसमें बहुत कुछ उनसे सीखने के लिए और बहुत कुछ उनसे हालेलुया ग्रहण करने के लिए मेरे को प्रभु ने सहायता किया है. ദൈവത്തിൻ്റെ വലിയ അഭിഷേകം വഹിക്കുന്ന ഒരു ദൈവദാസനാണ് അദ്ദേഹം. और प्रभु का बहुत ही अभिषेक को हालेलुया प्राप्त किया हुआ एक व्यक्ति है परमेश्वर के दास. 10,000ങ്ങളുടെ നടുവിൽ ഉപയോഗിക്കപ്പെടാൻ ദൈവം കണ്ടിരിക്കുന്ന ഒരു അഭിഷിക്ത और हजारों के बीच में यू प्रभु को हालेलुया इस्तेमाल करने के लिए देखा हुआ एक व्यक्ति है परमेश्वर के दास. അതുകൊണ്ട് തന്നെയാണ് 21 ദിവസം താൻ ഉപവാസം ഇരിക്കുവാൻ തീരുമാനിച്ചത്. इसलिए 21 दिन उन्होंने उपवास में बैठने का निर्णय लिया. ഉപവാസം ഇരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊണ്ട് സാധിക്കുന്ന और കാര്യമല്ല. उपवास बैठना सबके लिए साध्य नहीं होता है. പരിശുദ്ധാത്മാവിന്റെ നിയോഗമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. केवल जो पवित्र आत्मा के नियोग के द्वारा ही उपवास में लोग बैठ सकते हैं. ദൈവസഭയുടെ വിടുതലിലും തന്റെ ശുശ്രൂഷയുടെ വിശാലതയ്ക്കുമായി 21 ദിവസം ദൈവസ്ഥലിൽ ഇരുന്നത് 2026 സഭയ്ക്കും കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷയ്ക്കും കുടുംബത്തിനും അനുഗ്രഹമാണ്. और कलीसिया के छुटकारे के लिए जो उपवास में बैठे हैं वो आने वाले दिनों में 2026 में हमारी कलीसिया के लिए और उनके परिवार के लिए बहुत ही आशीष का कारण होगा. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എന്നെ അദ്ദേഹം ഇവിടെ ക്ഷണിക്കുകയും എന്നെ സ്വീകരിച്ചതൊക്കെ വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ്. और जो एक सेवक के रूप में उन्होंने मुझे यहाँ पर आमंत्रित किया और यहाँ पर उन्होंने मुझे मौका दिया, इसलिए मैं उनका धन्यवाद. പലയിടങ്ങളിലും ശുശ്രൂഷയ്ക്ക് പോകുന്നത് കൊണ്ട് അതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. और कई सारे जगह में अंकल जो है अपने सेवकाई के उसमें चाहते हैं, लेकिन यहाँ पर आकर तो उसका एक अलगपन यहाँ पर हमको दिखता है. കർത്താവിന്റെ ദാസൻ, കർത്താവിന്റെ ദാസി, കുഞ്ഞുങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. जो प्रभु के दास और दासी उनके बच्चों ने जो प्रेम को बांटा है उनके लिए वो बहुत बहुत धन्यवाद देना चाहता हूँ. കർത്താവിന്റെ ദാസനോടൊപ്പം അതേ ആത്മാ നിറവിലും നിയോഗത്തിലും കർത്താവിന്റെ ദാസി നിൽക്കുന്നത് ഈ ദിവസങ്ങളിൽ എനിക്ക് കാണാൻ സാധിച്ചു. और प्रभु के दास के साथ वही पवित्र आत्मा की भरपूरी में परमेश्वर की दासी भी उनके साथ खड़ी रही है, वो देखने के लिए प्रभु ने उनको सहायता. ദൈവദാസന്മാരോട് കാണിക്കുന്ന ആദരവും ശുശ്രൂഷിക്കുന്നതുമൊക്കെ വളരെ സന്തോഷത്തോടെ കാണുവാൻ സാധിച്ചു. और जो प्रभु के दास जो आते हैं यहाँ पर उनको जो सम्मान और जो उनका आदर करते हैं वो सब देखने के लिए भी प्रभु ने मुझे सहायता किया है. അതുപോലെ ദൈവദാസന്മാരുടെ 2 കുഞ്ഞുങ്ങൾ उसी प्रकार परमेश्वर के दास के दोनों बच्चे തന്റെ ദാസനോടൊപ്പം
ഈ ആരാധനയുടെ എല്ലാ മേഖലകളിലും സജീവമാക്കുന്നത് ഒരു സന്തോഷകരമായ കാര്യമാണ്. और वो दास के साथ ही आराधना में वो पूर्ण रूप से सम्मिलित होते हैं और उसमें भागित होते हैं, इसलिए वो देखकर बहुत ही मुझे खुशी है. ഒരാള് ഡ്രംസ് വളരെ ഭംഗിയായി വായിക്കുന്നു, और एक व्यक्ति एक ड्रम्स बहुत ही अच्छे से बजाती हैं, മറ്റൊരാൾ കീബോർഡ് നന്നായി കൈകാര്യം ചെയ്യുന്നു. और दूसरी बेटी कीबोर्ड बहुत अच्छे से बजाती हैं. ഇതൊക്കെ ഒരു വലിയ സന്തോഷമായിട്ടാണ് ഞാൻ ഈ ദിവസങ്ങൾ അനുഭവിച്ചത്. और ये सब बहुत ही खुशी के साथ मैंने यहाँ पर अनुभव किया है. എനിക്കും ദൈവം 2 കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്. और अंकल को भी 2 बच्चों को प्रभु ने दिया है. ഞാനും ചിന്തിച്ചു ഇതുപോലെ അവരെയും കൂടെ സജീവമായിട്ട് ആരാധനയിൽ പങ്കെടുപ്പിക്കണം. अंकल ने सोचा कि उसी प्रकार जिस प्रकार यहाँ जो दोनों बेटियां काम करते हैं वो अपने बच्चों को भी आगे बढ़ाना चाहते हैं प्रभु के मार्ग में. ഇതെല്ലാ ദൈവദാസന്മാരുടെയും കുടുംബങ്ങളിൽ കാണാൻ കഴിയുന്ന കാര്യമല്ല. ये सभी परमेश्वर के दासों के परिवार में देखने वाली चीज नहीं है. ഒരു കുടുംബം മുഴുവൻ ഒരുമിച്ച് കർത്താവിന്റെ വേലയിൽ സജീവമാകുന്നത് ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. एक परिवार पूरा प्रभु की सेवकाई में लगा हुआ है, ये देखना बहुत ही ऐसा दिखने को नहीं मिलता है. കാര്യങ്ങൾ ഒത്തിരി എനിക്ക് ഈ ദിവസങ്ങളിൽ അനുഭവിച്ചത് പറയുന്നുണ്ട്. ഒരുപാട് സ്നേഹം ഈ ദിവസങ്ങളിൽ ദൈവദാസരിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങൾക്ക് നൽകിയ അക്കോമഡേഷൻ, ഫുഡ് ഒക്കെ റോയൽ ഫെസിലിറ്റി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. यहाँ पर मैं बहुत कुछ बताना चाहता हूँ. यहाँ पर जो प्रेम इस कलीसिया में आकर हमको मिला है, परमेश्वर के दास के द्वारा, दासी के द्वारा मिला है, जो खाना बहुत ही अच्छा खाना, बहुत ही अच्छा रहना उन्होंने हमको दिया है, ये सब मैं याद करता हूँ. ഞാൻ പ്രതീക്ഷിച്ചു വന്ന ദൈവദാസന്റെ വീടിനകത്തൊരു ചെറിയ റൂം, അതാണ് സാധാരണ പോകുമ്പോൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു അത്ഭുതകരമായ ഒരു അനുഭവമായിട്ട്, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിട്ട് ഞാനത് മനസ്സിലാക്കുക. जब हम दूसरे जगह में जाते हैं तो हम लोग ऐसा सोच के चलते हैं कि परमेश्वर के दास के घर में एक छोटा सा कमरा हमको दिया जाएगा, लेकिन जब यहाँ पर हम लोग आए तो बहुत ही अच्छा कमरा, बहुत ही अच्छा रहना खाना हमको प्रभु के दास ने मुहैया कराया है. അതുപോലെ തന്നെ കർത്താവിന്റെ ദാസൻ മുൻപ് ഓർപ്പിച്ചതുപോലെ ഇവിടെയുള്ള സഹോദരന്മാരൊക്കെ ദൈവസഭയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. इस प्रकार पहले परमेश्वर के दास ने बताया, जो यहाँ पर युवा लोग हैं, जो परमेश्वर की कलीसिया के लिए, इस कलीसिया के लिए आगे बढ़कर काम करते हैं, वो देखकर बहुत ही मुझे खुशी हुआ. ദൈവദാസൻ ആ വചനം പഠിപ്പിക്കുന്നതിൽ നിന്നാണ് അവരങ്ങനെ രൂപപ്പെട്ടത്. അവരുടെ അഭിഷേകമാണ് അവരെ അതിനെ പ്രേരിപ്പിച്ചത്. जो परमेश्वर के दास जिस प्रकार से वचन को बताते हैं, इसी के कारण उनका मन जो रूपांतरित हुआ है, उनका जीवन रूपांतरित हुआ है, और इस प्रकार वो कर रहे हैं. നിസാരം വെള്ളം കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരുന്നവരെ വളരെ ഞാൻ ശ്രദ്ധിച്ചു. और जो पानी पीने के लिए हमको यहाँ पर लाके देते हैं, वो भी मैंने बहुत ही ध्यान से देखा. വെള്ളം വെച്ച് അതിന്റെ ചൂട് പോയെന്ന് അറിഞ്ഞാൽ ഉടൻ തന്നെ വന്ന് അത് മാറ്റി വേറെ ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുതരുന്നു. और जैसे उनको लगता है कि जो पानी दिया है वो गर्म कम हो गया है, तो तुरंत जाकर वो बदल कर गर्म पानी लाके देते हैं. ചിലയിടങ്ങളിലൊക്കെ നമ്മൾ ചെന്നാല് പ്രസംഗിച്ച് 10 ചുമച്ചതിന് ശേഷമായിരിക്കും വെള്ളം വരുന്നത്. कई बार दूसरे जगहों में हम लोग जाते हैं तो हम लोग प्रचार कर कर हमारा गला सूख जाता है, उसके बाद भी वो लोग हमको पानी नहीं देते हैं. ഇതെല്ലാം അഭിഷേകത്തിൽ നിന്ന് ഉളവായി വരുന്നതാണ്. लेकिन यहाँ पर हमको सब कुछ दिया गया, ये सब अभिषेक के द्वारा हुआ है. അതിന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള ആത്മബോധമാണ് അതിനെ പ്രേരിപ്പിക്കുന്നത്. और जो उसका जो हालेलुया उसके पीछे जो काम किया, उसका आत्मा का बोध है. നിശ്ചയമായിട്ടും സഭ വളരും. और निश्चय रूप से हमारी कलीसिया आगे बढ़ेगी. ഈ വർഷാന്ത്യത്തിലെ ഉപവാസം അതിനൊരു കാരണമായി മാറിയിരിക്കുകയാണ്. ये जो उपवास प्रार्थना यहाँ पर हुआ है, वो सभा की बढ़ोतरी का एक कारण होगा. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. प्रभु आप सभी को आशीषित करे. ദൈവജനത്തിലേക്ക് വേഗത്തിൽ നമ്മുടെ സഹോദരിക്കാൻ ആഗ്രഹിക്കുന്നു. मैं जल्दी से परमेश्वर की वचन की ओर जाना चाहूंगा. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. प्रकाशित वाक्य വെളിപ്പാട് പുസ്തകം 3:8. 3रा अध्याय उसका 8वां वाक्य. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. मैं तेरे लिए एक द्वार खोल रखा है. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും हो सकता है तेरे पास थोड़ा सा सामर्थ्य है. നീ എന്റെ വചനം കാത്തു तुमने मेरे वचन को संभाल कर रखा है, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. और मेरे नाम को तुमने नहीं त्यागा है. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. जो बहुत ही आशीषित एक पुस्तक है, प्रकाशित वाक्य का पुस्तक. പിശാച് ഏറ്റവും അധികം ഭയപ്പെടുന്ന അല്ലെങ്കിൽ വെറുക്കുന്ന 2 പുസ്തകങ്ങളുണ്ട്. जो शैतान सबसे ज्यादा डरने वाला 2 पुस्तक है. വേദപുസ്തകം മൊത്തത്തിൽ പിശാചിന് വെറുപ്പാണ്. और जो शैतान को पूरा बाइबल ही पसंद नहीं है, പക്ഷെ പ്രധാനമായിട്ടും പിശാച് വെറുക്കുന്ന 2 പുസ്തകങ്ങൾ. लेकिन मुख्य
मुख्य रूप से दो अध्याय, दो जो परमेश्वर का वचन है वो उसको नहीं पसंद है। അതൊന്നാമത്തെ ഉൽപ്പത്തി പുസ്തകവും जो पहला है वो उत्पत्ति की पुस्तक है രണ്ടാമത് വെളിപ്പാട് और പുസ്തകവും. दूसरा जो है प्रकाशित वाक्य का पुस्तक है। ഉൽപ്പത്തി പുസ്തകത്തോട് പിശാചിന് വെറുപ്പുണ്ടാകാൻ കാരണം जो उत्पत्ति पुस्तक से शैतान को इससे बहुत ही ज्यादा असर है। സാത്താൻ ഒരു അവസാനം ഉണ്ടാകുമെന്ന് അവന്റെ തലയെ തകർക്കുമെന്ന് പ്രസ്താവിച്ചിരിക്കുന്ന പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. कि उसमें इस प्रकार लिखा गया है उत्पत्ति पुस्तक में कि शैतान का अंत होगा और उसके सर को कुचला जाएगा। എന്നാൽ വെളിപ്പാട് പുസ്തകത്തെ സംബന്ധിച്ച് लेकिन प्रकाशित वाक्य के हल्ले उसमें അത് സാത്താന്റെ അന്ത്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. वो शैतान के अंत के बारे में इसमें लिखा गया है। അപ്പൊ സാത്താൻ ഒരു ആരംഭവും അവസാനവും ഉണ്ട് എന്ന് ലോകം അറിയുന്നത് സാത്താൻ ഇഷ്ടമല്ല. और जो शैतान का एक हलिया अंत है ये उसको हलिया दुनिया पता चले ये शैतान को बिल्कुल भी पसंद नहीं है। അതുകൊണ്ട് ഈ രണ്ട് പുസ്തകങ്ങൾ സാത്താന് വളരെ ഇഷ്ടമില്ലാത്ത ये പുസ്തകങ്ങൾ. दोनों पुस्तक को शैतान बिल्कुल भी पसंद नहीं करता। എന്നാൽ ഏറ്റവും ശക്തമായ വേദപുസ്തകത്തിലെ പുസ്തകങ്ങളിൽ ഒന്നാണ് വെളിപ്പാട് പുസ്തകം. बाइबल में सबसे शक्ति रूप से जो एक पुस्तक में एक है ये प्रकाशित वाक्य का ഈ पुस्तक। പുസ്തകത്തിന്റെ എഴുത്തുകാരൻ യോഹന്നാൻ അപ്പോസ്തലനാണ്. और जो ये प्रकाशित वाक्य को लिखने वाला यूहन्ना है। പത്മോസ് എന്നൊരു ദ്വീപിൽ കിടന്നുകൊണ്ടാണ് യോഹന്നാൻ ഈ പുസ്തകം എഴുതിയത്. पतमुस द्वीप में यूहन्ना ने इस पुस्तक को लिखा था। പത്മോസ് എന്ന ദ്വീപിലേക്ക് യോഹന്നാൻ പോകാനുള്ള കാരണം വേദപുസ്തകം പറയുന്നുണ്ട്. और जो पतमुस द्वीप में यूहन्ना का जाने का कारण बाइबल हमको सिखाती है। യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായി. और यीशु मसीह के गवाही के रूप में वो परमेश्वर के वचन के द्वारा वो पतमुस द्वीप में गया। പത്മോസ് എന്ന ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം അത് രാജ്യദ്രോഹ കുറ്റവാളികളെ നാട് കടത്താൻ ഉപയോഗിച്ച ദ്വീപാണ്. और जो पतमुस द्वीप के बारे में जब हम देखते हैं तो वो जो कैदियों को जो जिसने गलत काम किया उनको रखने वाला जगह वो पतमुस द्वीप എന്നാൽ है। യോഹന്നാനെ സംബന്ധിച്ച് അദ്ദേഹം രാജ്യദ്രോഹ കുറ്റങ്ങൾ ഒന്നും ചെയ്തിരുന്നില്ല. लेकिन यूहन्ना के बारे में देखा जाए तो उन्होंने कोई गलती नहीं किया था, उन्होंने कोई राजद्रोह नहीं किया था। എന്നാൽ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തമാണ് യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിലായത്. वो यीशु मसीह के गवाही के कारण, वो यीशु मसीह के वचन के कारण, वचन को लेके चलने के कारण वो पतमुस द्वीप में गया। നീറോ മുതൽ ഡയോക്ലീഷ്യൻ വരെയുള്ള 10 രാജാക്കന്മാരുടെ കാലത്ത് वो नीरो से लेके डायोक्लिशियस राजा के जो 10 राजा के राज्यकाल में ഡൊമീഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ കാലത്ത് യോഹന്നാനെ കൊന്നുകളയുവാൻ പല പ്രാവശ്യം ശ്രമിച്ചു. जो एक राजा के राज्यकाल में यूहन्ना को मारने के लिए कई बार उसका श्रमित किया गया। അതിലുപയോഗിച്ച ഒരു മാർഗം തിളപ്പിച്ച എണ്ണയ്ക്കകത്തിട്ട് കൊല്ലുക എന്നുള്ളതാണ്. उसमें से एक जो रास्ता निकाला गया था कि उसको गरम तेल में डालकर मार डालना उन्होंने चाहा था। അങ്ങനെ യോഹന്നാനെ കൊന്നുകളയുവാൻ തീയതി നിശ്ചയിച്ച് അതിനുള്ള സകല ഒരുക്കങ്ങളും നടത്തി. इसलिए यूहन्ना को मार डालने के लिए एक तारीख को तय किया गया, उसके लिए सभी वहां पर कार्यों को किया गया। അങ്ങനെ ഡൊമീഷ്യൻ ചക്രവർത്തി തീരുമാനിച്ച ദിവസത്തിൽ എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങിയതിനു ശേഷം അദ്ദേഹം യോഹന്നാൻ തീക്കകത്ത് അല്ലെങ്കിൽ തിളപ്പിച്ച എണ്ണയ്ക്കകത്ത് വെന്ത് ചാകുന്നത് കാണാൻ അവിടേക്ക് വന്നു. डोमिशियन जो चक्रवर्ती था उन्होंने पूरा इंतजाम कर कर वो यूहन्ना को पकड़कर उस तेल में डालने के लिए पूरा वो देखने के लिए तैयार खड़ा था। അങ്ങനെ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കൺമുമ്പിൽ യോഹന്നാന്റെ കൈകാലുകൾ ബന്ധിച്ച് അദ്ദേഹത്തെ തിളപ്പിച്ച എണ്ണയ്ക്കകത്തേക്ക് ഇട്ടു. और जो डोमिशियन राजा चक्रवर्ती के सामने यूहन्ना के हाथ को और पैर को बांधा गया, बांधकर उसको पकड़कर उस गरम तेल के अंदर डाला गया। തിളപ്പിച്ച എണ്ണയ്ക്കകത്ത് യോഹന്നാൻ വെന്തു പൊങ്ങുന്നത് കണ്ട് രസിക്കാൻ വേണ്ടി ചക്രവർത്തി നോക്കി നിൽക്കുകയാണ്. और जो चक्रवर्ती यहाँ पर खड़ा हुआ है कि जैसे ही उसको डाला गया तो उसका जला हुआ शरीर वो वहां पर वो तेल के अंदर से ऊपर आए से देखने के लिए वो वहां पर खड़ा रहता है। തിളപ്പിച്ച എണ്ണയ്ക്കകത്ത് വീണ യോഹന്നാനെ ചില മണിക്കൂറുകൾ അല്ലെങ്കിൽ ചില മിനിറ്റുകൾ അദ്ദേഹം സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചു. പക്ഷേ തിളപ്പിച്ച എണ്ണയ്ക്കകത്ത് അദ്ദേഹത്തിന് ഒരു കേടും സംഭവിച്ചില്ല. उस गरम तेल के अंदर जब यूहन्ना को डाला गया तो वो चक्रवर्ती वहां पर खड़े होकर देखता है कि इसका जला हुआ शरीर अभी ऊपर आएगा, लेकिन वो वहां पर देखता है कि उसके शरीर में कुछ भी नहीं होता है। തിളപ്പിച്ച എണ്ണയ്ക്കകത്ത് പച്ചവെള്ളത്തിൽ കിടക്കുന്നത് പോലെ യോഹന്നാൻ കിടക്കുകയാണ്. वो गरम तेल के अंदर जैसे एक पानी के अंदर मनुष्य पड़ा है ऐसा यूहन्ना उसके अंदर पड़ा रहता है। യോഹന്നാന്റെ മേൽ വ്യാപരിച്ച അഭിഷേകത്തിന്റെ ശക്തി ആ തീ എണ്ണയുടെ ബലത്തെ കെടുത്തിക്കളഞ്ഞു. जो यूहन्ना के अंदर
व्यापारित करने वाला परमेश्वर की शक्ति से अरे जो गरम तेल की जो शक्ति थी उसको वो कम कर देता है। ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു നമ്മുടെ മേലുള്ള അഭിഷേകം ചിലതിന്റെ ബലത്തെ കെടുത്തുന്നതാണ്. इसलिए आज पवित्र आत्मा आपसे कह रही है कि हमारे अंदर जो परमेश्वर की शक्ति है वो कई सारे परेशानी को बंद कर देती है। എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? कितने लोग विश्वास करते हैं? നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഈ അഭിഷേകം ശത്രുവിന്റെ ബലത്തെ കെടുത്തുന്ന അഭിഷേകമാണ്. जो हमारे अंदर व्यापारित करने वाले परमेश्वर की शक्ति वो शत्रु की शक्ति को बंद करने वाली शक्ति है। ഈ അഭിഷേകം നമ്മുടെ മേലുണ്ടെങ്കിൽ ഒരു ശക്തിക്ക് നമ്മെ തകർക്കാൻ സാധിക്കില്ല. यदि ये अभिषेक हमारे अंदर है तो कोई भी शक्ति हमको पराजित नहीं कर सकती है। കർത്താവിന്റെ ദാസൻ ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ ആ ശക്തിയുടെ ആവശ്യകതയെ കുറിച്ചാണ് പ്രസ്താവിച്ചതോടെ അറിയുവാനിടയായി. और परमेश्वर के दास ने इन दिनों में परमेश्वर की शक्ति के बारे में बताया, ऐसा मेरे को सुनने को मिला। കാരണം ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. जो परमेश्वर के जीवन में मसीह जीवन में सबसे महत्वपूर्ण पवित्र आत्मा की शक्ति है। പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ സകലർക്കും ഭയമായി മാറും. जो पवित्र आत्मा में आराधना करने वाला एक व्यक्ति दूसरे मनुष्यों के लिए भय का कारण होता है। ഇവിടെ ഡൊമീഷ്യൻ എന്ന ചക്രവർത്തി യോഹന്നാൻ തിളപ്പിച്ച എണ്ണയ്ക്കകത്ത് വെന്തുപോകാതിരിക്കുന്ന കാഴ്ച ഒരു അത്ഭുത കാഴ്ചയായി കാണുകയാണ്. यहाँ पर जो डोमिशियन राजा है वो यूहन्ना को देखता है कि वो गरम तेल के अंदर भी उसको कुछ भी नहीं होता। ये उसके जीवन में एक अद्भुत हालेलुया दृष्टि है। തിളപ്പിച്ച എണ്ണ ഒരുക്കി അതിലേക്ക് യോഹന്നാനെ വലിച്ചെറിഞ്ഞിട്ട് യോഹന്നാൻ വെന്ത് തീരുന്നത് കാണാൻ വേണ്ടി ആവേശത്തോടെ കാത്തു നിന്ന अरे वो बहुत ही उत्सुकता के साथ देखता है कि जो यूहन्ना है वो उस गरम तेल के अंदर डूबकर मर जाएगा, उसका जला हुआ शरीर ऊपर आएगा, ये सब वो देखकर बैठता है। तो തീച്ചൂളയ്ക്കകത്ത് യോഹന്നാൻ തിളപ്പിച്ച എണ്ണയ്ക്കകത്ത് യോഹന്നാൻ ഒരു അത്ഭുതമായി മാറുകയാണ്. लेकिन उस गरम तेल के अंदर यूहन्ना एक अद्भुत हालेलुया रूप से बाहर आता है। ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, अरे परमेश्वर का आत्मा आपसे शब्द रूप से कहना चाहता है, നിന്നെയോ നിന്റെ തലമുറയോ നിന്റെ കുടുംബത്തെയോ മുച്ചോട് മുടിച്ചു കളയുവാൻ आपको, आपके परिवार को, आपकी पीढ़ी को जो शैतान नष्ट करना चाहता है, ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും ചെയ്ത് നിന്റെ കുടുംബത്തിലേക്ക് ദൃഷ്ടി വെച്ചിരിക്കുന്ന ചില കണ്ണുകൾ तंत्र मंत्र कर कर हालेलुया आपके परिवार की ओर हालेलुया जो गलत काम कर कर आपको नष्ट करना जो चाहता है, നീ ഒരു അത്ഭുതമായി മാറുന്നത് കാണാൻ പോവാ. लेकिन आप एक अद्भुत रूप से बाहर आओगे। സ്തോത്രം. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? परमेश्वर की स्तुति Praise the Lord. നിന്നെ തകർക്കുവാൻ പൈശാചികമായ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് കാത്തിരിക്കുന്ന ചിലരുടെ കണ്ണുകളിൽ അഭിഷേകമുള്ളവൻ ഒരു അത്ഭുതമായി മാറാൻ പോവുകയാണ്. आपको बर्बाद करने के लिए शैतान जो आपके ऊपर दृष्टि रखा है, लेकिन आप अद्भुत रूप से बाहर आओगे। വിശ്വസിക്കുന്നവരിൽ ഇന്ന് പകൽ ഈ ശക്തി വെളിപ്പെടാൻ जो പോവുകയാണ്. लोग विश्वास करेंगे उनके ऊपर ये शक्ति प्रकट होगी। പിശാചിന്റെ പ്രവൃത്തികളെ പൊളിക്കുന്ന ഒരു അഭിഷേകമാണ് ദൈവം നമ്മുടെ മേൽ തന്നത്. अरे शैतान की शक्तियों को नष्ट करने वाली एक शक्ति, एक अभिषेक प्रभु हमको देगा। പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോൾ ആ അവന്റെ മേലുള്ള സകല ബന്ധനങ്ങളും പൊട്ടിമാറും. जब एक पवित्र आत्मा किसी व्यक्ति के ऊपर उतरता है तो उसके ऊपर से हर एक बंधनों को वो तोड़ देता है। ഇസ്രായേലിലെ പ്രഭുക്കന്മാർ ആ ശിംശോനെ പുതിയ കയറുകൊണ്ട് കെട്ടി ഫെലിസ്ത്യരുടെ മുമ്പിൽ കൊണ്ടു നിർത്തി. इस्राएल के प्रभुओं ने शिमशोन को बांधकर फिलिस्तियों के सामने लाकर खड़ा कर दिया था। ബന്ധിക്കപ്പെട്ട ശിംശോനെ കണ്ടപ്പോൾ ഫെലിസ്ത്യ പാളയത്തിൽ ആർപ്പ് ഉയർന്നു. और जब हलेले बंधे हुए शिमशोन को देखा तो जो फिलिस्ती लोग हैं वो हलेले खुशी से चिल्लाने लगे। ശിംശോൻ ബന്ധിക്കപ്പെട്ടവനായ ശിംശോനെ കണ്ട് ഫെലിസ്ത്യർ ആർക്കുന്നത് കണ്ടപ്പോൾ ദൈവം തന്റെ ശക്തി ശിംശോന്റെ മേൽ അയച്ചു. സ്തോത്രം. जब शिमशोन को बंधा हुआ देखकर फिलिस्ती लोग खुश होने लगे तो परमेश्वर ने अपनी शक्ति को शिमशोन के ऊपर भेजा। ആരാധിക്കുന്നവനെ അവൻ ബന്ധിക്കപ്പെട്ട് കണ്ട് ശത്രു സന്തോഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. जो बंधित लोगों को देखकर शत्रु खुश होता है तो प्रभु ऐसा कभी भी नहीं चाहता है। ശിംശോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ അവനെ കെട്ടിയിരുന്ന പുതിയ കയർ കത്തി കരിഞ്ഞ് ചാരമായി മാറി. जब शिमशोन के ऊपर परमेश्वर का सामर्थ उतरा तो जो रस्सी से उसको बांधा गया था वो रस्सी वहां पर जलकर राख हो जाता है। ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് നമ്മുടെ മേൽ ശക്തമായി വെളിപ്പെടുവാൻ അവസരമൊരുക്കിയാൽ ഹല്ലേലൂയ, നമ്മുടെ മേൽ മറഞ്ഞിരിക്കുന്ന ചില വെല്ലുവിളികൾ കരിഞ്ഞ് ചാരമാകുന്ന പകലാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. यदि आप पवित्र आत्मा को अपने ऊपर उतारोगे तो हालेलुया आज जो आपके जीवन में बंधन है वो बंधन हालेलुया यहाँ पर जलकर राख हो जाएगा। ചില വെല്ലുവിളികളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പൊട്ടിക്കാൻ പോകുകയാണ്. बंधनों को पवित्र आत्मा आज रात को खोलने जा रहा है। നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി
നമ്മിലൊന്ന് വെളിപ്പെടുമ്പോൾ വിരോധമായി വ്യാപരിക്കുന്ന ശക്തികൾ നമ്മുടെ കാൽച്ചുവട്ടിൽ വരും. जब पवित्र आत्मा हमारे जीवन में व्यापारित करेगा तो जो शक्तियां जो बंधन है वो हमारे पांव के नीचे होगा. യോഹന്നാൻ ചക്രവർത്തിയുടെ മുമ്പിൽ ഒരു അത്ഭുതമായി മാറിയത് തന്റെ മേൽ വ്യാപരിച്ച അഭിഷേകം നിമിത്തമാണ്. യോഹन्ना उस चक्रवर्ती के सामने अद्भुत रूप से बाहर आया केवल अभिषेक के द्वारा, पवित्र आत्मा की शक्ति के द्वारा. ഇന്ന് മകൻ ദൈവാത്മാവ് പറയുന്നു, അഭിഷേകമുള്ളവൻ ഒരു അത്ഭുതമായി മാറാൻ പോകുകയാണ്. पवित्र आत्मा आपसे कह रहा है अभिषेक व्यक्ति एक अद्भुत व्यक्ति है. അഭിഷേകമുള്ളവൻ 2026 ഒരു അത്ഭുതമായി മാറും. जिसके जीवन में अभिषेक है, पवित्र आत्मा की शक्ति है, 2026 का हालेलुया साल उनके जीवन में एक अद्भुत साल होगा. ഇവിടെ ചക്രവർത്തി ഇതിനു മുമ്പ് പലരെയും ഈ എണ്ണക്കകത്തിട്ട് അതിനകത്തവർ വെന്തു പൊങ്ങി ചണ്ടിയായി പുറത്തു കളഞ്ഞിട്ടുണ്ട്. इससे पहले जो चक्रवर्ती ने कई सारे लोगों को उस गरम तेल में डाला था, उस गरम तेल में उनका जो शरीर है जलकर उन्होंने उठा के उसको बाहर പക്ഷേ അഭിഷേകമുള്ള യോഹന്നാന് മാത്രം എണ്ണയ്ക്ക് ഒരു കേടും വരുത്തുവാൻ കഴിഞ്ഞില്ല. लेकिन जो अभिषेक से भरा हुआ യോഹन्ना को उसके अंदर डाला गया तो उसके शरीर में कुछ भी नहीं हुआ. 2025 ഒടുവിലത്തെ മാസത്തിൽ എത്തി നിൽക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയാം, 2025 के अंतिम हालेलुया समय में, जो अंतिम महीने के अंतिम समय में मैं आपसे बोलना चाहता हूं, കഴിഞ്ഞ 12 മാസങ്ങളിൽ പലപ്പോഴും പിശാച് നമ്മെ തകർക്കുവാൻ വിവിധമായ പദ്ധതികളുമായി നമ്മുടെ പ്രാണന് വിരോധമായി വരെ കയറി വന്ന സന്ദർഭങ്ങളുണ്ട്. पिछले 12 महीने शैतान हमारे पीछे हालेलुया उसके प्लान के द्वारा हमको बर्बाद करने के लिए हमारे पीछे पीछे वो आया. എന്നാൽ ഇപ്പോഴും നമ്മൾ ആയുസ്സോടിരിക്കുന്നെങ്കിൽ അത് നമ്മുടെ മിടുക്കല്ല, നമ്മുടെ മേൽ വ്യാപരിച്ച അഭിഷേകത്തിന്റെ കരുത്താണ്. अभी हम लोग जीवित है, ये हमारी योग्यता नहीं है, ये केवल परमेश्वर की दया है. ആരാധിക്കുന്നവനെ ബന്ധിക്കാൻ, അഭിഷേകമുള്ളവനെ ബന്ധിക്കാൻ ഉലകത്തിൽ ഒരു ശക്തിയെ കൊണ്ട് സാധ്യമല്ല. जो अभिषेक है, अभिषेक से भरा हुए व्यक्ति को कोई भी शक्ति हालेलुया बंधित नहीं कर सकती है. കർത്താവിന്റെ ദാസനോട് പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റാൻ പോകുകയാണ്. സ്തോത്രം. परमेश्वर के दास से पवित्र आत्मा बोल रही है कि हालेलुया प्रभु के दास को एक अद्भुत रूप से प्रभु संभाल कर അനേകരുടെ മുമ്പിൽ ഒരു അത്ഭുത കാഴ്ചയാക്കി 2026 ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. कई सारे लोगों के सामने हालेलुया एक अद्भुत रूप से प्रभु के दास को प्रभु हालेलुया इस्तेमाल करना चाहता है. അനേക ബന്ധിക്കപ്പെട്ടവരെ പുറത്തു കൊണ്ടുവരാൻ ദൈവാത്മാവിന് പദ്ധതിയുണ്ട്. अनेक बंदित लोगों को बाहर लाने के लिए प्रभु के हालेलुया आत्मा का प्लान उनके प्रति है. ദൈവം വിശാലതയിലേക്ക് തന്റെ ദാസന്റെ ശുശ്രൂഷയെ അതിവേഗത്തിൽ കൊണ്ടുപോകാൻ ദൈവാത്മാവിന് പദ്ധതിയുണ്ട്. प्रभु के दास की सेवकाई को बहुत ही विशाल रूप से प्रभु लेके आगे लेके जाना चाहता है. കർത്താവിന്റെ ആത്മാവ് കഴിഞ്ഞ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, തന്റെ ദാസന്റെ മുമ്പിൽ ദൈവം ഒരു വലിയ വാതിൽ തുറന്നു വെച്ചിരിക്കുക. जब मैं परमेश्वर से प्रार्थना करना था तब परमेश्वर की आत्मा ने मुझे बताया कि परमेश्वर के दास के सामने एक बहुत बड़े दरवाजे को प्रभु ने खोल कर रखा है. 2026 വാതിൽ കൃത്യമായി വെളിപ്പെട്ട് ഒരു വിശാലതയുടെ വാതിലായി മാറാൻ പോവാ. 2026 में वो रास्ता खुलेगा, वो दरवाजा खुलेगा और एक विशाल रूप से हालेलुया उनकी सेवकाई को प्रभु आके लेके जाएगा. ശുശ്രൂഷയുടെ വിശാലതകൾ ദൈവാത്മാവ് ഒരുക്കാൻ പോകുകയാണ്. एक सेवकाई का एक विशालता को प्रभु लेके जाने वाला വിവിധ है. രാജ്യങ്ങളിലേക്ക് ശുശ്രൂഷയുടെ നിയോഗത്തോടുകൂടെ പരിശുദ്ധാത്മാവ് 2026 പറഞ്ഞയക്കുമെന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു. कई राज्यों में हालेलुया अलग अलग राज्यों में जाकर परमेश्वर की सेवकाई के लिए प्रभु उनको लेके जाने वाला है. ഈ ദേശത്ത് ഒരു വലിയ കൂട്ടത്തെ നയിപ്പാൻ കർത്താവിന്റെ അഭിഷേകത്തിന്റെ ശക്തി തന്റെ മേൽ ആഴത്തിൽ വെളിപ്പെടുമെന്ന് ദൈവാത്മാവ് പറഞ്ഞു. इस देश में एक विशाल हालेलुया जन समूह को चलाने के लिए परमेश्वर की शक्ति प्रभु उनको देने वाला है. ദൈവസഭയെ കർത്താവ് വളർത്താൻ പോവുകയാണ്. और परमेश्वर की कलीसिया को प्रभु आगे बढ़ाने वाला है. വെല്ലുവിളികൾ ശക്തമായിട്ടുണ്ട്. हालेलुया हमारे विरुद्ध में कई सारी हालेलुया परेशानियां हैं. ദൈവമക്കളത് അറിഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാൽ അഭിഷേകം ചില വെല്ലുവിളികളെ പൊട്ടിക്കും. സ്തോത്രം. यदि परमेश्वर के जन उस परेशानियों को उस जो हमारे खिलाफ खड़ी है उसको जानकर यदि हम प्रार्थना करेंगे तो प्रभु उस बंधनों को खोल डालेगा. നമ്മുടെ ദൈവം വിശാലത വരുത്തുന്ന ദൈവമാണ്. हमारा प्रभु विशालता को लेके आने वाला प्रभु है. തലമുറകൾക്ക് വേണ്ടി ദൈവം ചില പുതിയ വാതിലുകൾ തുറക്കുകയാണ്. पीढ़ियों के लिए नए रास्तों को प्रभु खोलने जा रहा है. ഭാവി സംബന്ധമായ ചില വിടുതലുകൾ ദൈവം ചെയ്യാൻ പോവുകയാണ്. पहले बहुत सारे छुटकारे को प्रभु हालेलुया भेजने वाला കർത്താവിന്റെ है. ദാസിയെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ കാലങ്ങളെക്കാൾ അതിശക്തിയോടെ ഉപയോഗിക്കാൻ പോവുകയാണ്. परमेश्वर की दासी को प्रभु की आत्मा और ज्यादा शक्ति के साथ उपयोग करने वाला है. അഭിഷേകത്തിന്റെ ശക്തി ആഴമായി ചലിക്കാൻ തുടങ്ങുമ്പോൾ जब पवित्र आत्मा की शक्ति और गहराई से यहाँ पर उतरेगा, വ്യത്യസ്തമായ ആത്മിക തലങ്ങളിലേക്ക് കർത്താവ് നടത്താൻ പോവാ. यहाँ पर आत्मिकता के अलग अलग तल
में प्रभु इस हालेलुया चर्च को लेके जाने वाला है। വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പോവുകയാണ്. जो लोग विश्वास करेंगे वो प्रभु के काम को देखेंगे। ഇതുപോലെയുള്ള ഉപവാസ പ്രാർത്ഥനകൾ ഇനി പല സമയങ്ങളിലായി ഈ സഭയ്ക്കകത്ത് നടക്കാൻ പോവാ. और इसी प्रकार की उपवास प्रार्थना और ज्यादा इस कलीसिया में होने വിവിധ जा रहा ഇടങ്ങളിൽ है। നിന്ന് പലരും വന്ന് താമസിച്ച് ഉപവസിച്ച് വിടുതൽ പ്രാപിക്കത്തക്ക നിലയിൽ വലിയ ദൈവ പ്രവൃത്തികൾ സഭയ്ക്കകത്ത് കർത്താവ് ചെയ്യാൻ പോവുകയാണ്. अलग अलग जगहों से यहाँ पर आकर रुक कर इस कलीसिया में आकर प्रार्थना कर कर उनके जीवन में छुटकारे को देखकर ऐसा एक स्थिति प्रभु इस कलीसिया में लेके आने जा रहा है। അഭിഷേകം വെളിപ്പെടുമ്പോഴാണ് വിശാലതകൾ വെളിപ്പെടുന്നത്. जब अभिषेक यहाँ पर उतरेगा तो ये विशालता की ओर बढ़ेगा। Praise the Lord. हालेलुया। ഇനി ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ തിളപ്പിച്ച എണ്ണയ്ക്കകത്തിട്ട് അവസാനിച്ചില്ല. അവസാനം രാജാക്കന്മാർ പല കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ടും നശിപ്പിക്കാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് പത്മോസ് എന്ന ദ്വീപിലേക്ക് ഇട്ടത്. राजाओं ने कई रास्ते को खोजा यूहन्ना को नष्ट करने के लिए, मारने के लिए, लेकिन उसको नहीं मार पाए। तो अंत में उन्होंने यूहन्ना को पकड़कर उस पत्मोस द्वीप में लाकर डाल दिया। അപ്പൊ ചക്രവർത്തിയുടെ വിചാരം ഇനി ഒടുവിലുള്ള ഒരു മാർഗം പത്മോസ് എന്ന് പറയുന്ന ദ്വീപാണ്. तो चक्रवर्ती के दिमाग में अंतिम रास्ता यही आया कि इसको पकड़कर अब पत्मोस द्वीप में डाल देते हैं। അവിടെ ഇട്ടാൽ യോഹന്നാൻ അവസാനിക്കുമെന്ന് രാജാവ് ചിന്തിച്ചു. वहां पर राजा ने सोचा कि इसको पत्मोस में डाल देंगे तो वहां पर रहकर वो मर जाएगा। പക്ഷെ രാജാവ് അറിഞ്ഞില്ല, തിളപ്പിച്ച എണ്ണയ്ക്കകത്ത് തീരാതെ അവിടെ നിന്ന് ദൈവം അവനെ ഉയർത്തി പത്മോസിനകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പുറകിൽ ഒരു ദൈവപ്രവൃത്തിയുടെ നിവർത്തീകരണം സംഭവിക്കാനുണ്ടെന്ന് രാജാവ് അറിഞ്ഞിരുന്നില്ല. लेकिन राजा को नहीं पता था कि उस उबलते तेल से बाहर निकाल कर जब पत्मोस द्वीप में लेके गए तो उसके पीछे परमेश्वर का एक उद्देश्य था। പത്മോസ് എന്ന ദ്വീപ് യോഹന്നാന്റെ അവസാനത്തിന് വേണ്ടി രാജാവ് ഒരുക്കിയ കെണിയാണെങ്കിൽ അതേ പത്മോസ് തന്നെ യോഹന്നാനെ പണിയുന്ന, പരിശുദ്ധാത്മാവിൽ പണിയുന്ന ഒരു പ്രത്യേക സ്ഥലമാക്കി ദൈവം അതിനെ രൂപപ്പെടുത്തി. पत्मोस जो राजा है वो पत्मोस में डालकर यूहन्ना को नष्ट करना चाहता था, लेकिन हल्ले परमेश्वर के लिए पत्मोस हालेलुया यूहन्ना के विषय में एक अलग ही उद्देश्य था। പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തമായി പറയുന്നു, നീ പ്രതീക്ഷിക്കാത്ത ചില പ്രതിസന്ധികൾക്കകത്ത് നീ അകപ്പെട്ട് മുൻപോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ ആ പ്രതിസന്ധിക്കകത്ത് ദൈവം നിന്നെ കൊണ്ടുവന്നതിന്റെ പുറകിൽ ചില ദൈവ പദ്ധതികളുണ്ട്. पवित्र आत्मा बता रही है यदि आपके जीवन में कुछ परेशानियां आई है तो उसके पीछे परमेश्वर का कुछ उद्देश्य है। പത്മോസിനകത്ത് ഹല്ലേലൂയ അസാധാരണമായ ചില ദൈവ പ്രവർത്തികൾ യോഹന്നാൻ അനുഭവിക്കുകയാണ്. पत्मोस द्वीप में एक असाधारण रूप से परमेश्वर की शक्ति को यूहन्ना वहां पर वो महसूस करता है। പത്മോസ് എന്ന ദ്വീപിനകത്തേക്ക് യോഹന്നാൻ ചെല്ലുമ്പോൾ അന്തരീക്ഷം ഒരിക്കലും അതിനകത്ത് ആ ഭയമില്ലാതെ ജീവിക്കാൻ സാധിക്കാത്തൊരു അന്തരീക്ഷമാണ്. जो पत्मोस द्वीप में जब यूहन्ना गया था तो वहां का जो स्थिति था बिना भय के जीने वाला एक स्थिति नहीं था। യോഹന്നാൻ 1:10 വെളിപ്പാട് ദിവസം 1:10 പറയുന്നു, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. पहले यूहन्ना पहला अध्याय उसके 10वें में लिखा है कि प्रभु के दिन में मैं आत्मा में आ गया। കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. कि मैं प्रभु के दिन में आत्मा में आ गया। എവിടെയാണ് യോഹന്നാൻ കിടക്കുന്നത്? പത്മോസ് എന്ന് പറയുന്ന ഏകാന്ത തടവറയ്ക്കകത്ത് യോഹന്നാൻ കിടക്കുകയാണ്. यूहन्ना है वो पत्मोस द्वीप में एक अकेलेपन के जीवन में वो बिताता है। കർത്തൃ ദിവസമായപ്പോൾ മറ്റാരുടെയും പ്രേരണയില്ലാതെ അദ്ദേഹം ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. जब प्रभु का दिन आया तो किसी कोई प्रेरणा के वो प्रभु की आराधना करने लगा। പരിശുദ്ധാത്മാവുള്ളവനെ ആരാധിപ്പാൻ മറ്റൊരാളുടെ പ്രേരണ ആവശ്യമില്ല. जिसके अंदर पवित्र आत्मा है वो आराधना करने के लिए किसी और को उसको प्रेरित करने की जरूरत नहीं है। പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ ഒരു മറ്റാരുടെയും മാനുഷിക ആ നിർബന്ധങ്ങളില്ലാതെ അഭിഷേകം ഹല്ലേലൂയ നമ്മെ ആരാധനയ്ക്കായി പ്രേരിപ്പിക്കും. किसी व्यक्ति के अंदर पवित्र आत्मा है तो उसको प्रेरणा करने की जरूरत नहीं, क्योंकि पवित्र आत्मा उसको प्रेरणा देकर आगे बढ़ाता है। യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായപ്പോൾ जब यूहन्ना प्रभु के दिन में आत्मा में आ गया, അസാധാരണമായ ചില കാഴ്ചകൾ കാണുകയാണ്. असाधारण रूप से कई सारे हालेलुया चीजों को वो देखता है। പത്മോസ് ദ്വീപിനകത്ത് മുൻപ് ചെന്നിട്ടുള്ള മറ്റാരും കാണാത്ത ചില കാഴ്ചകൾ യോഹന്നാൻ കാണുകയാണ്. पत्मोस द्वीप में दूसरे लोग गए थे वो लोग नहीं देखे ऐसी चीजों को वहां पर यूहन्ना देखता है। പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തമായി വിളിച്ചു പറയുന്നു, पवित्र आत्मा आज सुबह आपसे हाले शब्द रूप से बोल रही है। സാഹചര്യങ്ങൾ നോക്കാതെ, आप अपनी स्थितियों को देखे बिना, വെല്ലുവിളികൾ നോക്കാതെ आपकी परेशानियों को देखे बिना പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിപ്പാൻ തയ്യാറായാൽ यदि आप पवित्र आत्मा में परमेश्वर की आराधना करने के लिए तैयार हो गए, നാളിതുവരെ
ഇതുവരെ കാണാത്ത ചില കാര്യങ്ങൾ ആരാധിക്കുന്നവന്റെ കൺമുമ്പിൽ വെളിപ്പെടാൻ പോകുകയാണ്. अभी तक आपने नहीं देखा है, आराधना करने वाले के सामने प्रभु ऐसे रास्तों को खोलेगा. പത്മോസിനകത്ത് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ആ യോഹന്നാൻ കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. जब वो पतमोस में वो आराधना करता है तो यूहन्ना वहां पर प्रभु यीशु मसीह को देखता है. ജീവിതത്തിന്റെ വെല്ലുവിളികളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ആത്മാവിൽ നിറഞ്ഞ് ആരാധിപ്പാൻ തുടങ്ങിയാൽ കാലം ഇത്രയും നീ കണ്ടിട്ടില്ലാത്ത അസാധാരണമായ കാഴ്ചകൾ പരിശുദ്ധാത്മാവ് നിന്റെ ആരാധന മുറിക്കകത്ത് വെളിപ്പെടുത്തുന്ന ദിവസങ്ങൾ വരുമെന്ന് ദൈവാത്മാവ് പറയുന്നു. यदि आप हले परेशानी के बीच में, तकलीफ के बीच में यदि आप आराधना करोगे, आप पूर्ण पवित्र आत्मा में भरकर आराधना करोगे तो आपके हल्ले बीच में प्रभु उतर कर आएगा. യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ അസാധാരണമായ ആ കാഴ്ചകളാണ് യോഹന്നാൻ കാണുന്നത്. हले यूहन्ना पवित्र आत्मा की शक्ति से भरता है तो वो असाधारण चीजों को देखता है. ഒന്നാമത് യോഹന്നാൻ കാണുന്ന തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ കാണുന്നു. जो पहला वो देखता है कि जो प्रभु यीशु मसीह के आगमन को देखता है. ഇതിനു മുമ്പ് പത്മോസിൽ വന്ന് ആർക്കും തന്നെ യേശുക്രിസ്തുവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. इससे पहले जहां पर जो लोग पतमोस द्वीप में आए थे, किसी ने भी यीशु मसीह को नहीं എന്നാൽ देखा. അഭിഷേകമുള്ളവൻ പത്മോസിൽ ചെന്നപ്പോൾ പത്മോസ് ഒരു പറുദീസയ്ക്ക് തുല്യമായി മാറുകയാണ്. लेकिन अभी एक अभिषेक से भरा हुआ एक व्यक्ति जब पतमोस में पहुंचता है तो पतमोस द्वीप में वो प्रभु के कार्य को देखता है. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ മേൽ ചലിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ സാഹചര്യത്തിന്റെ അകത്തു നിന്ന് ദൈവാത്മാവ് നമ്മെ പുറത്തു കൊണ്ടുവരും. जब पवित्र आत्मा की शक्ति से आप भरकर हल्ले चलोगे तो आपकी विपरीत परिस्थिति से आप बाहर निकलकर प्रभु के काम को देखोगे. ദൈവം നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. प्रभु हमको छुड़ाने वाला प्रभु है. കർത്താവ് നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. हमको सहायता करने वाला प्रभु ദൈവം है. നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ്. हमको शक्ति से भरने वाला അഭിഷേകം प्रभु പ്രാപിച്ച है. ദൈവമക്കളുടെ പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ശക്തിയോടെ ആരാധിക്കാൻ തുടങ്ങിയാൽ കാലം ഇത്രയും കണ്ടിട്ടില്ലാത്ത ദൈവപ്രവൃത്തികൾ 2026 കാണാൻ പോകുകയാ. സ്തോത്രം. पवित्र आत्मा से भरे हुए लोगों से मैं बोलना चाहता हूँ, यदि आप पवित्र आत्मा में भरकर आराधना और प्रार्थना करोगे तो जो अभी तक आपने नहीं देखा है, ऐसे चीजों को आप आने वाले दिनों में देखोगे. യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായപ്പോൾ അവൻ യേശുക്രിസ്തുവിന്റെ ശബ്ദം പത്മോസിന്റെ മണ്ണിൽ കേൾക്കുകയാണ്. जब यूहन्ना प्रभु में देखता है तो वो प्रभु के शब्द को उस पतमोस द्वीप में सुनता है. ബൈബിൾ കർത്താവ് നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതുക. प्रभु वहां पर बोलता है यूहन्ना से, जो कुछ तू देखता है तू उसको एक पुस्तक में लिख ले. യോഹന്നാൻ ആത്മവിവശനായപ്പോൾ ചിലത് കാണാൻ തുടങ്ങി. जब यूहन्ना आत्मा में आ गया तो वो कुछ चीजों को देखने लगा. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? സ്തോത്രം. ആത്മാവിൽ ചിലത് കാണാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി ഹല്ലേലൂയ ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇതുവരെ നീ കാണാത്ത ചില കാഴ്ചകൾ 2026 നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് നിന്റെ കണ്ണുകളിൽ ദൈവം കാണിക്കാൻ പോവുകയാണ്. लोग चाहते हैं कि वो हालेलुया प्रार्थना में, आराधना में कुछ चीजों को आत्मिकता में देखे, तो आप अपने हालेलुया प्रार्थना के रूप में आप जहां पर प्रार्थना करते हो वहां पर आप आराधना के साथ पवित्र आत्मा के साथ प्रार्थना करोगे तो कुछ चीजों को आप देखोगे. അങ്ങനെ ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ച ആ യോഹന്നാനോട് കർത്താവ് പറയുന്നു, നീ ഫിലദൽഫിയ സഭയോട് പറയണം, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. जब यूहन्ना प्रार्थना कर रहा था तो वहां पर परमेश्वर की आत्मा उसको बोलते कि तू फिलदेल्फिया कलीसिया को बोलना कि मैं तेरे सामने एक रास्ते को खोलूंगा. നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. ആർക്കും അടയ്ക്കാൻ കഴിയാത്തൊരു വാതിൽ ഞാൻ സഭയ്ക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. तूने मेरे नाम को रखा है, तूने मेरे नाम को नहीं त्यागा, इसलिए हालेलुया तेरे सामने मैं कैसे रास्ते को रखूंगा जो कोई भी बंद नहीं कर सकता है. ഫിലദൽഫിയ സഭയ്ക്ക് മുമ്പുണ്ടായിരുന്ന പല സഭകളുടെ മുമ്പിൽ വാതിലുകൾ അടഞ്ഞു കിടക്കുകയായിരുന്നു. जो फिलदेल्फिया कलीसिया के पहले जो कलीसिया थी उनके सामने जो रास्ते, कई सारे रास्ते बंद थे. എന്നാൽ ഫിലദൽഫിയ സഭയോട് ദൈവം പറയുന്നു, ആ കാലഘട്ടങ്ങൾ മാറുകയാണ്. അടഞ്ഞ വഴികൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ പോവുകയാണ്. फिलदेल्फिया कलीसिया से प्रभु बोलता है कि तेरे सामने के मैं रास्ते को खोलने जा रहा हूं. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ചില അടഞ്ഞുപോയെന്ന്? നീ കരുതുന്ന ചില വാതിലുകൾ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. लोग विश्वास करते हैं कि जो रास्ता आपके सामने बंद हो गया था वो रास्ते को पवित्र आत्मा खोलने जा रहा है. ദൈവം തുറക്കുന്ന വാതിലുകളുടെ പ്രത്യേകത, അവൻ അത് തുറന്നാൽ മറ്റാർക്കും അത് അടയ്ക്കാൻ കഴിയത്തില്ല. जो प्रभु जो रास्ते को खोलता है उसकी विशेषता ये है कि जो रास्ते को प्रभु खोलता है
उसे कोई भी बंद नहीं कर सकता। മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത ചില വാതിലുകൾ ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുന്നെന്ന് ഇന്ന് പകൽ പലരും ദൈവാത്മ പറഞ്ഞാൽ ആമേൻ പറയുന്നവർ കരമടിച്ച് ഇന്ന് പകൽ കർത്താവിന് മഹത്വമാണ്. प्रभु की आत्मा बोल रही है, जो रास्ता प्रभु खोलेगा उस रास्ते को कोई भी बंद नहीं कर सकता है। പരിശുദ്ധാത്മാവ് വഴി തുറക്കാൻ പോകുകയാണ്. पवित्र आत्मा रास्ते को खोलने जा रहा है। സഭയ്ക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുകയാണ്. कलीसिया के लिए प्रभु रास्ता खोलने जा रहा है। കുടുംബങ്ങൾക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുകയാണ്. परिवार के लिए प्रभु रास्ते खोलने जा रहा है। തലമുറകൾക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുകയാണ്. पीढ़ियों के लिए प्रभु रास्ता खोलने जा रहा है। ഭാവിയുടെ വഴി അടഞ്ഞ ചില മേഖലകൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പൊട്ടിക്കുകയാണ്. जहां भविष्य में आपकी रुकावट है वहां पर प्रभु उस बंधनों को खोल रहा है। സാമ്പത്തികമായ അടഞ്ഞുപോയ ചില വാതിലുകൾ ഇന്ന് പകൽ ദൈവാത്മാവ് തുറക്കുക. पैसों के रूप से जो आपके रास्ते बंद है उसको प्रभु आज रात को आज दिन में खोल रहा है। വിദ്യാഭ്യാസ സംബന്ധമായ അടഞ്ഞ ചില വാതിലുകൾ ഇന്ന് പകൽ ദൈവാത്മാവ് തുറക്കാൻ പോകുകയാണ്. जो आपकी पढ़ाई लिखाई में जो रुकावट है उसको आज दिन में प्रभु उस बंधनों को खोल रहा है। കൂട്ടത്തോടെ കുടുംബങ്ങൾ സഭയ്ക്കകത്തേക്ക് വരാതെ അതിനെ തടയുന്ന ചില വെല്ലുവിളികൾ ഇന്ന് പകൽ 21ാമത്തെ പകലിൽ പരിശുദ്ധാത്മാവ് പൊട്ടിച്ചു മാറ്റുകയാണ്. आज के दिन हालेलुया, जो कई सारे लोग इस कलीसिया में ना इस रुकावट को डालने वाले शैतान के बंधन को प्रभु आज दिन में खोल रहा है। ദൈവവചനം വിശ്വസ്തയോടെ പ്രമാണിച്ച് ദൈവവചനത്തിന്റെ കാവൽക്കാരായി ജീവിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, അങ്ങനെയുള്ളവരുടെ മുമ്പിലാണ് ദൈവം വഴി തുറക്കാൻ പോകുന്നത്. जो परमेश्वर के वचन पर चलकर जो परमेश्वर के वचन के व्यवस्था में चलते हैं ऐसे लोगों से प्रभु की आत्मा बोल रही है कि आपके सामने प्रभु रास्ते खोलने जा रहा है। ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട് കർത്താവ് എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കുമെന്ന്, എന്റെ ഭാവിയുടെ മുമ്പിൽ ഒരു വഴി തുറക്കുമെന്ന്, എന്റെ കടഭാരത്തിന് മുമ്പിൽ ഒരു വഴി തുറക്കുമെന്ന്, എന്റെ ബിസിനസിന്റെ പരാജയത്തിന്റെ മുമ്പിൽ ഒരു വാതിൽ ദൈവം തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഒരു നിമിഷം ആ കരങ്ങളൊന്ന് ചേർത്തടിച്ച് നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കുക. അസാധാരണമായി ഒരു വാതിൽ തുറക്കുകയാണ്. एक रास्ता आपके सामने प्रभु खोलने जा रहा है। ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വാതിലുകൾ ദൈവം സഭയ്ക്ക് വേണ്ടി ദൈവാത്മാവ് തുറക്കുകയാണ്. कोई भी जो रास्ता बंद नहीं कर सकता ऐसा रास्ता इस कलीसिया के लिए भी प्रभु സഭയുടെ വളർച്ചയുടെ കാലഘട്ടം വെളിപ്പെടാൻ പോവുകയാണ്. कलीसिया की बढ़ोतरी का समय हालेलुया आने वाला है। അഭിഷേകത്തിന്റെ ഒഴുക്ക് സഭയ്ക്കകത്ത് അസാധാരണമായി വെളിപ്പെടാൻ പോവുകയാണ്. पवित्र आत्मा की शक्ति का प्रभाव इस कलीसिया के अंदर हमें प्रभु देने जा रहा है। അതിന്റെ തടസ്സങ്ങളെല്ലാം ഹല്ലേലൂയ പിശാച് തടഞ്ഞു വെച്ചിരിക്കുന്ന മേഖലകൾ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് അതിന്റെ പൂർണ്ണതയിൽ പൊട്ടിക്കുകയാണ്. जो कुछ रुकावटें शैतान ने इस कलीसिया के विरुद्ध में डाल कर रखा है उन सभी रुकावटों को प्रभु हालेलुया आज के दिन उसको दूर ദൈവമക്കൾ ആരാധിക്കാൻ തുടങ്ങിയാൽ ദൈവമക്കൾ ആ യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മാവിൽ നിറഞ്ഞതുപോലെ അഭിഷേകത്തിന്റെ ശരിയായ ലെവലിലേക്ക് നമ്മൾ ഉയർന്നു വന്നാൽ അസാധാരണമായത് നമുക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോവുകയാണ്. प्रभु के जन पवित्र आत्मा में भरकर हालेलुया यदि आराधना करेंगे तो प्रभु असाधारण कार्य को हमारे बीच में करेगा। ആത്മവിവശത എന്ന് പറഞ്ഞാൽ ആത്മാ നിറവിന്റെ ഒരു ഉയർന്ന ലെവലാണ്. तो आत्मा से भरना जो उसका मतलब है कि आत्मा के उसमें तल में और आगे बढ़ना। എഗസ്കേലിനെ കുറിച്ച് പറയുന്നത് മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു ആത്മീക തലം. तो एसेकिएल के पुस्तक में लिखा है ना घुटने से नहीं कमर से नहीं उससे ज्यादा हालेलुया जब तैर कर पार नहीं कर सकते ऐसा आत्मा से भराव। ആ ഒരു തലത്തിലേക്ക് ദൈവമക്കൾ ഉയർന്നു വരുമെങ്കിൽ അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ 2026 നമ്മൾ കാണാൻ പോകുകയാണ്. സ്തോത്രം. 2026 में प्रभु इस कलीसिया को लेके जाएगा। എത്ര പേര് പകലത് വിശ്വസിക്കുന്നുണ്ട്? ഒരു അസാധാരണമായ ദൈവപ്രവർത്തി, एक असाधारण प्रभु का कार्य, ദൈവസഭയുടെ സ്ഥിതി മാറുന്ന, परमेश्वर की कलीसिया को स्थिति को बदलने वाला, ദൈവസഭയുടെ ഗതി മാറുന്ന, परमेश्वर की कलीसिया की स्थिति को बदलने वाला, ശുശ്രൂഷയുടെ തലം മാറുന്ന, जो सेवकाई का जो तल को बदलने वाला, കുടുംബങ്ങൾ കൂട്ടത്തോടെ സഭയ്ക്കകത്തേക്ക് വരുന്ന, एक परिवार एक झुंड के साथ इस कलीसिया में प्रवेश करने वाला, ആ ദൈവപ്രവർത്തിക്ക് വിരോധമായി പൊങ്ങുന്ന ദേശത്തിന്റെ ശക്തികളെ ആരാധിച്ചൊതുക്കുവാൻ അഭിഷേകമുള്ള ദൈവമക്കൾ ഇന്ന് മുതൽ എഴുന്നേറ്റ് വരട്ടെ. जो उसके विरोध में खड़े होने वाले शक्ति के खिलाफ परमेश्वर के जन अभिषेक के साथ खड़े होने वाले हो सके। കർത്താവിന്റെ ദാസന്റെ 21 ദിവസം താൻ ഉപവാസം നിശ്ചയിച്ചതിനകത്ത് ഇരുന്ന് ആരാധിച്ചതും വചനം ശുശ്രൂഷിച്ചതും ചില അതിർവരമ്പുകളെ പൊട്ടിച്ച് അകത്ത് കയറി ചില അവകാശങ്ങൾ പിടിച്ചെടുക്കാനാണ്. जो 21
21 दिन का प्रार्थना यहाँ पर रखा गया था, जो परमेश्वर के दास के द्वारा यहाँ वचन का घोषणा किया गया था, वो कुछ अवकाश को जो हमारे लिए रखा गया है उसको प्राप्त करने के लिए है। യെരിഹോ എന്ന പട്ടണം ഇസ്രായേൽ മക്കൾക്ക് ദൈവം വാഗ്ദത്തം കൊടുത്ത പട്ടണമാണ്. जो यरीहो नाम का जो जगह था वो इस्राएलियों को प्रभु ने हालेलुया उसको दिया था। യോശുവയും ഇസ്രായേലും അത് പിടിച്ചെടുക്കാൻ വരുന്നെന്ന് യെരിഹോ രാജാവിന് അറിവ് കിട്ടിയപ്പോൾ അവൻ തന്റെ ജനത്തോട് ചേർന്ന് പട്ടണത്തെ അടച്ചങ്ങ് ഉറപ്പാക്കി. तो यहोशुआ और जो उसके जन जो यरीहो को हालेलुया पकड़ने के लिए आए थे, तो वहां के राजा को जब उसका संदेश मिला तो उसने पूरे जो जो यरीहो का जो गेट था उसको बंद कर दिया था। പട്ടണത്തെ കുറിച്ചുള്ള വാഗ്ദത്തം ഈ പട്ടണത്തിനകത്ത് നടക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ലെന്ന് രാജാവും യെരിഹോ നിവാസികളും കൈകോർത്തു. तो राजा और यरीहो ने बोला जो प्रभु का प्लान है, जो प्रभु का जो प्लान है उसको हम पूरा नहीं होने देंगे। जब राजा और उसके लोगों ने निर्णय किया, യോശുവയുടെ ദൈവം പറഞ്ഞു 6 ദിവസം ഓരോ പ്രാവശ്യം പട്ടണം ചുറ്റണം. तो योशुआ से प्रभु ने बोला तू 6 दिन उसके शहर के चारों ओर घूमना। 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റുക മാത്രമല്ല, നിങ്ങൾ ആർപ്പിടണം. ആർപ്പിടുമ്പോൾ പട്ടണം നമ്മുടെ കയ്യിൽ വരും. और 7वें दिन हालेलुया उसके चारों ओर चक्कर नहीं काटना, उसके अलावा आप जोर से चिल्लाना तो उस शहर को मैं तुमको दे दूंगा। ആരാധിക്കുന്നവന്റെ കരങ്ങളിൽ ചില പട്ടണങ്ങളെ ദൈവം ഏൽപ്പിക്കാൻ പോവാ. സ്തോത്രം. आराधना करते Praise the Lord. हैं Hallelujah. कुछ शहरों को प्रभु देने जा रहा है। അഭിഷേകമുള്ളവൻ ചില പട്ടണങ്ങൾ അവകാശമാക്കാൻ പോവുകയാണ്. अभिषेक वाला व्यक्ति कुछ शहरों को अपने हाथ में करने जा रहा है। നിന്റെ വാഗ്ദത്തം അവകാശമാക്കാൻ സമ്മതിക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന യെരിഹോവിയ ശക്തി പോലെയുള്ള ശക്തികളെ ഹല്ലേലൂയ ദൈവം പറഞ്ഞത് ആർപ്പിട്ട് തോൽപ്പിക്കണമെന്നാണ്. സ്തോത്രം. जो यरीहो जैसी शक्ति जो हमको जो प्रभु को देना है उसको रोकते खड़ी है, उसको हालेलुया प्रभु का वचन कहता है कि आपको चिल्लाकर प्रभु के हालेलुया सामर्थ्य में उसको तोड़ना है। അങ്ങനെയാണെങ്കിൽ 21-ാമത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ദിവസം, ദൈവദാസൻ തീരുമാനിച്ച ഉപവാസത്തിന്റെ അവസാന ദിവസം ഹല്ലേലൂയ ചില മതിലുകൾ കൂടെ പൂർണ്ണമായി തകർക്കപ്പെട്ട് ചില വാഗ്ദത്തങ്ങൾ സഭ ദൈവമക്കളായി നമ്മൾ ഒരുമിച്ച് പിടിച്ചെടുക്കാൻ പോവുകയാണ്. 21वें दिन में हालेलुया कुछ दीवारों को जो हमारे सामने खड़ी है उसको तोड़कर हालेलुया कुछ चीजों को हमको प्रभु से प्राप्त करना है। ആർപ്പിട്ട് അത് പിടിച്ചെടുക്കാൻ എത്ര പേര് താല്പര്യപ്പെടുന്നുണ്ട്? लोग तैयार है हालेलुया पवित्र आत्मा के द्वारा उस हालेलुया चीजों को प्राप्त करने के लिए। വ്യക്തിപരമായ നിന്റെ അനുഗ്രഹങ്ങൾ വാഗ്ദത്തങ്ങൾ പിശാച് അതിനെ തടഞ്ഞു വെച്ചെങ്കിൽ ഈ 21-ാം ദിവസം ആരാധിച്ച് അത് തിരികെ പിടിക്കണം. यदि आपकी चीजों को प्रभु का हालेलुया जो आपको देना चाहता है उसको शैतान ने रोक कर रखा है, तो आपको आराधना के द्वारा उस चीजों को प्राप्त करना है। എത്ര പേര് തയ്യാറുണ്ട്? कितने लोग നമ്മൾ तैयार हैं? ഒരുമിച്ച് ആരാധിച്ചാൽ अब एक साथ मिलकर आराधना करेंगे। ചില മതിലുകൾ വീഴാൻ പോവുകയാണ്. कुछ दीवारें हमारे सामने गिरने जा ചില रही है। വെല്ലുവിളികൾ തകരാൻ പോവുകയാണ്. कुछ चीजें हमारे जो विरुद्ध में खड़ी है वो गिरने जा रही है। ദൈവസഭയോടും ദൈവദാസനോടും ദൈവം ഇന്നലകളിൽ പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ ഈ ഉപവാസം നിമിത്തം പിടിച്ചെടുക്കാൻ പോവുകയാണ്. जो वायदा पिछले दिनों में परमेश्वर के दास से किया गया था उसको हम लोग पकड़ने जा रहे हैं। ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. एक समय हम खड़े हो जाएंगे। പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനും കർത്താവിന്റെ ദാസിയുമൊക്കെ ശക്തമായ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആദ്യമൊക്കെ ഒന്ന് മുൻപോട്ട് കടന്നു വന്നാൽ പ്രൈസ് ദി ലോർഡ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസിയൊക്കെ ശക്തമായി ദൈവത്തിന് ഉപയോഗിക്കേണ്ടതുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തെ ഭയപ്പെടുന്ന സ്നേഹിക്കുന്ന 2 പെൺകുഞ്ഞുങ്ങളെ കർത്താവിന്റെ ദാസന് കൊടുത്തിട്ടുണ്ട്. മുൻപോട്ട് കടന്നു നമ്മൾ ഒരുമിച്ച് ആ പ്രിയപ്പെട്ടവർക്ക് അവിടെ ശക്തമായി പ്രാർത്ഥിക്കാൻ പോകുക. ദൈവം ഈ പട്ടണം ഈ ദേശം അവരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുക. സഭ ഒരുമിച്ച് ആരാധിച്ചാൽ യോശുവയുടെ കൈ കൊണ്ട് യെരിഹോ പട്ടണത്തെ പിടിച്ചെടുത്തതുപോലെ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു ചില പട്ടണങ്ങളെ പിടിച്ചെടുക്കുക. ദൈവത്തിന്റെ അഭിഷേകം ഹല്ലേലൂയ വെളിപ്പെടുക. ചേർന്നൊരു നിമിഷം ദൈവസഭ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസിയുടെ മേലും ഹല്ലേലൂയ ദൈവദാസന്റെ മേലും ദൈവം പകർന്നിരിക്കുന്ന ഈ അഭിഷേകം പൂർണ്ണതയിൽ വെളിപ്പെട്ടു വരുവാൻ അതിശക്തമായ ആത്മീക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ഈ ദേശം മാത്രം ഒതുങ്ങുന്നതല്ല, രാജ്യങ്ങൾ കാത്തിരിക്കുന്ന ആത്മീക ശുശ്രൂഷയ്ക്ക് വേണ്ടി 21 ദിവസം ഉപവാസം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്ന കർത്താവിന്റെ ദാസനെ പരിശുദ്ധാത്മാവ് പിന്നെയും കഴിഞ്ഞ 2025-നേക്കാൾ അധിക ശക്തിയോടെ ബലത്തോടെ 2026-ൽ ഹല്ലേലൂയ വാഗ്ദത്തങ്ങളുടെ നിവർത്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തന്നെ എടുത്തുകൊണ്ടുപോകുന്ന എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവദാസനെ പരിശുദ്ധാത്മാവ് ഒരു
ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയതുപോലെ ചില മേഖലകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി ചിലരുടെ നടുവിൽ നിർത്തി. ഓ റമലഗടകരകസി ആരാധിച്ച ശക്തിയോട് ഈ ദൈവദാസന്റെ ശുശ്രൂഷകൾ സഭയ്ക്ക് മാത്രമല്ല രാജ്യങ്ങൾക്ക് ആവശ്യമുണ്ട്. ആ നിലയിൽ ദൈവം തന്റെ പദ്ധതികൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നു. ദൈവം അതിന്റെ വാതിലുകൾ 21ാമത്തെ ദിവസത്തിൽ സഭ ഒന്നടങ്കം ആരാധിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വാതിലുകൾ നമ്മുടെ മുമ്പിൽ ഓപ്പണായി വരുന്നു. ജനം ചേർന്ന് ദൈവത്തെ ആരാധിച്ച് അഭിഷേകം പ്രാപിച്ചവരൊക്കെ അന്യഭാഷ പറഞ്ഞ് അല്പസമയം കാണാമേ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവൃത്തികൾ ഞങ്ങൾക്ക് വെളിപ്പെടട്ടെ. ദൈവകൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ജനത്തെ ഒരിക്കൽ കൂടെ കടദാസന്മാരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മക്കളെ, ദൈവങ്ങളുടെ കുടുംബങ്ങളെ, അവരുടെ മിനിസ്ട്രിയെ ഇവിടുന്ന് പോകുമ്പോൾ പുതിയതൊന്ന് അവരിലേക്ക് പകരുകയാണ്. അത്ഭുതങ്ങൾ നിർത്താൻ വരുവിനായി എല്ലാവരും ഒരുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ അനുഗ്രഹത്തോടെ ഇപ്പോ മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ സമാധാനവും ദാഴ്വും അനുഗ്രഹങ്ങളും കർത്താവ് 21 ദിവസം അങ്ങയുടെ പാതയിൽ നല്ല ദാസനെയും കുടുംബത്തെയും
തന്റെ കൂട്ടുവിശ്വാസ മക്കളെയും കൂട്ടുപ്രവർത്തകരെയും വിദേശത്തും സ്വദേശത്തുമായി ഈ കൂട്ടായ്മയുടെ അനുഗ്രഹം പകരുന്ന എല്ലാവരുടെ പേരും ഓൺലൈനിൽ കർത്താവിനോട് ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പേരും സാധുക്കൾ, അനാഥകൾ, ദരിദ്രർ, പീഡിതർ, തള്ളപ്പെട്ടവർ, രോഗത്തിൽ, വേദനയിൽ, നെടുവേർപ്പിൽ, തടവിൽ കഴിയുന്നവരെ അനേകരുടെ കണ്ണുനീരൊപ്പമാണ് ഇന്നു മുതൽ എന്തേക്കും ഈ സഭയോട് തന്റെ ദാസരോട് കുടുംബത്തോടും ഭൂമിയിലെ സകല വിശുദ്ധന്മാരുടെ കൂടെയും ഇന്നും എന്നേക്കും കാക്കപ്പെടുമാറാകട്ടെ. നമുക്ക് ജയം തന്ന നമ്മുടെ കർത്താവിന് രണ്ട് കരം ഉയർത്തി സ്തോത്രം ചെയ്യാം.